കഴിഞ്ഞ ഞായറാഴ്ച സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അസാധാരണമായ അനുഗ്രഹം എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പല ചാനലുകൾ തുറക്കാൻ കഴിയും, പക്ഷെ ഒറ്റ സ്രോതസ്സേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ പൈപ്പ് കണക്ഷനുള്ള എത്ര പേരുണ്ട്? വാട്ടർ കണക്ഷനുള്ളവർ കൈ ഒന്ന് വീശി കാണിക്കാമോ? ഇല്ലാത്തവരൊന്നും ഉണ്ടാകാൻ പോലും സാധ്യതയില്ല. ഒരു മെയിൻ പൈപ്പ് വന്ന ശേഷം സാധാരണ എല്ലാവരും ചെയ്യുന്ന റൂഫ് ടോപ്പിൽ വേറൊരു ടാങ്ക് കൂടെ പണിയും. എന്നിട്ട് അവിടെ നിന്നാണ് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നിങ്ങൾക്ക് ഭക്ഷണമേശയുടെ അരികിൽ ഒരു വാഷ് ബൗൾ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്ന എത്ര പേരുണ്ട്? പക്ഷെ ശിഷ്യന്മാർ കൈ കഴുകിയില്ല, വലിയ പ്രശ്നമായിരുന്നു. ഓക്കെ, അതിന് ശേഷം കൈ കഴുകുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ തുടച്ചിട്ട് പോവാം? ഇല്ല. അപ്പോൾ ആ പൈപ്പുണ്ടല്ലോ, അവിടെ ഒരു പൈപ്പുണ്ട്. ടോയ്ലറ്റിൽ ചെന്ന് അവിടെ ഒരു പൈപ്പ് കാണും, പുറത്ത് ചെടി നനയ്ക്കാൻ വേറൊരു പൈപ്പ് കാണും. കുറഞ്ഞതൊരു 5-6 പൈപ്പെങ്കിലും കുറഞ്ഞതൊരു വീട്ടിൽ കാണും. പക്ഷെ ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? മുകളിലൊരു ടാങ്കിൽ നിന്നാണ്. അത് വരുന്നത് എവിടെ നിന്നാണ്? ചിലപ്പോൾ ആലുവ പുഴയിൽ നിന്ന് എവിടുന്നൊക്കെയായിട്ട് വാട്ടർ സപ്ലൈ. സോഴ്സ് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അത് പല ടാപ്പുകൾ, ഒരു ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല, പ്ലംബർ വന്നില്ല, നമ്മൾ അടുത്ത ടാപ്പിൽ പോകും. ഇതുപോലെ ഒരു വരുമാനത്തിൻ്റെ മാർഗം അടഞ്ഞാൽ അടുത്തത് തുറക്കാൻ പറ്റും. സോഴ്സ് ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പറഞ്ഞ, കർത്താവ് എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അടവ് വന്നാൽ അടുത്തത് തുറക്കുമെന്ന്. ജോലി നഷ്ടപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. ആ ടാപ്പ് ക്ലോസ് ആയെങ്കിൽ അതിനേക്കാൾ വണ്ണത്തിൽ വെള്ളമൊഴുകുന്ന അടുത്ത ടാപ്പ് കർത്താവ് തുറക്കും. ഒരു ബിസിനസ് പൊട്ടിയാൽ അടുത്തത് തുടങ്ങാൻ കർത്താവ് സഹായിക്കും. ഒരു ബ്രാഞ്ച് ക്ലോസ് ആയാൽ കുഴപ്പമില്ല, അടുത്തൊരു 10 ബ്രാഞ്ച് തുടങ്ങാൻ കർത്താവ് അവസരങ്ങൾ തുറക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് അതാണ് അറിയാൻ പാടില്ലാത്തത്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. 3 തരത്തിലുള്ള ഒരു സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കണം. ഇന്ന് ഒത്തിരി സ്ലൈഡുകൾ ഇവിടെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിവിടെ കാണും. ഒന്നുകിൽ അതിനോടൊപ്പം എഴുതിയെടുക്കണം, ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇത് കൂടാതെ ഇന്നൊരു ഹോംവർക്ക് തരിക. വീട്ടിൽ ചെന്ന ശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇതേ ടീച്ചിങ്സ് വീണ്ടും 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 എഴുതി, നോട്ട്സ് എഴുതി. ഇത് കേട്ടിട്ട് ഒരു കാര്യമില്ല. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എത്ര പേർക്ക് ഈ വർഷം മുതൽ അങ്ങോട്ടൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ ആഗ്രഹമുണ്ട്? സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ ഇതിനുശേഷം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ജനങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് ഈ തല കൊണ്ടുപോയി എൻ്റെ കയ്യിൽ തന്നിട്ട് കാര്യമില്ല. ഞാൻ അനുഗ്രഹിക്കും. പക്ഷേ അനുഗ്രഹം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. വർഷങ്ങളായി വന്നിങ്ങനെ ക്യൂവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നോക്കിയേ, എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിന് ഈ 3 കാര്യങ്ങൾ നോക്ക്. ഒന്നാമത്തേത്, നിങ്ങൾ എത്ര നൽകും. ഹൗ മച്ച് യു വിൽ ഗിവ്. ഒന്നാമത്തേത് ഗിവിങ്. കിട്ടുന്ന പണത്തെ 3 ആക്കി തിരിക്കണം. ഞാൻ ഏറ്റവും ലളിതമായിട്ടാണ് ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഫൈനാൻസിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഇതിലിരിക്കുന്ന ചിലരൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് കാണും. അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഇവിടെ പഠിപ്പിക്കുന്നതിന്. കാരണം ലോക മനുഷ്യർ പൈസ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പൈസ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാവരും ആമേൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ കാശ് കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. അതൊരു ഗോഡ്ലി വെയിലാണ്, വേർഡ്ലി വെയിലല്ല. ചില പ്രിൻസിപ്പിൾസ് സെയിം തന്നെയാണ്, പക്ഷേ അഡീഷണലായി ദൈവത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് നമ്മുടെ മേൽ വരേണ്ടതിന് എക്സ്ട്രാ ചില കാര്യങ്ങൾ അവർക്കറിയാത്തത് നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അനുഗ്രഹത്തിൻ്റെ ചില ഗുട്ടൻസുകൾ വചനത്തിനകത്ത് കിടപ്പുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വരാൻ? അപ്പോൾ ഒന്നാമത്തേത് 3 ആക്കി തിരിക്കണം. ഒന്ന്, ഹൗ മച്ച് യു വിൽ ഗീവ് എന്ന് വെച്ചാൽ
തന്നവൻ്റെ കയ്യിലേക്ക് തിരിച്ചു നൽകണം. ബ്രോസിൻ്റെ മാത്രം ഞാൻ കേട്ടുള്ളൂ. ആമേൻ. കേൾക്കുന്നുണ്ടോ? കിട്ടിയതിൽ നിന്നും ഒരു പോർഷൻ നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? തന്നവൻ്റെ കയ്യിലേക്ക് തിരികെ കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തോട്ടത്തിലുള്ള എല്ലാം തിന്നോ, ഒരെണ്ണം മാറ്റിയിട്ടേക്കാൻ. അവിടെ മുതൽ ഇങ്ങോട്ട് ആ ഒരു പ്രിൻസിപ്പിൾ കാണാം. അടുത്തത്, ഹൗ മച്ച് യു വിൽ സേവ്. എത്ര നിങ്ങൾ ഭാവിയിലേക്ക് കരുതി വയ്ക്കും, അതാണ് സേവിങ്. അടുത്തത്, ഹൗ മച്ച് യു വിൽ സ്പെൻഡ്. നിങ്ങൾ എത്ര ചെലവഴിക്കും. സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാം ചെലവഴിക്കും. ചെലവഴിച്ച ശേഷം ബാക്കിയുള്ളതും കൊണ്ട്, ഇവിടെ നോക്കി, ബാക്കിയുള്ളതുണ്ടെങ്കിൽ കുറച്ച് ദൈവത്തിനും കുറച്ച് ബാക്കി മിച്ചം അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് മാറ്റിവെക്കും. ഇതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഉൾട്ടയാണ് ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? തന്നവനെ ആദരിക്കണം. സന്തോഷം കുറവാണ്. ആദ്യം എന്ത് ചെയ്യണം? തന്നവനെ ആദരിക്കണം. അതങ്ങനെ നിന്ന് സോഴ്സ് നിന്ന് പോയി എല്ലാം തീർന്നില്ലേ? അതുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും നമ്മൾ സന്തോഷിപ്പിക്കണം. നിങ്ങൾ ഒത്തിരി ഉപകാരം ഒരാൾക്ക് ചെയ്തിട്ട് ഒരു താങ്ക് യു പോലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ തോന്നുമോ? ഉത്തരം പറയണം. ഒരു താങ്ക് യു എങ്കിലും പറയണ്ടേ? വേറൊന്നും ചെയ്തില്ലല്ലോ. ഒരു താങ്ക് യു പോലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ കൊടുക്കാൻ തോന്നില്ല. ഇതുപോലെ ദൈവത്തിൽ നിന്നും ഒരിക്കലും മുറിഞ്ഞു പോകാതെ സപ്ലൈ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അവനെ നാം ഓണർ ചെയ്യണം. ഇനി ഒരു സാധനം ഞാൻ പഠിപ്പിക്കാൻ പോവുക. 20-20-60 പ്രിൻസിപ്പിൾ. 20-20 മാത്രം എടുക്കരുത്, അത് വേറെ സാധനമാണ്, അങ്ങോട്ട് പോകണ്ട. 20-20-60 പ്രിൻസിപ്പിൾ പറഞ്ഞേ. 20-20-60 പ്രിൻസിപ്പിൾ. 20-20-60 തത്വം പറ. 20-20-60 തത്വം. ഇത് പഠിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു. ഇതാണ് ഒത്തിരി പേർക്ക് അറിയാത്തത്. സഭകൾക്കറിയില്ല, വിശ്വാസികൾക്കറിയില്ല, ദേവദാസന്മാർക്കറിയില്ല. 20-20-60 തത്വം അതെന്താണെന്ന് നോക്കാം. ഗിവിങ് 20, സേവിങ് 20, സ്പെൻഡിങ് 60. ആദ്യം ചെയ്യേണ്ടത് കൊടുക്കാൻ, ദൈവത്തിന് കൊടുക്കാൻ ഒരു 20% നമ്മൾ മാറ്റിയിടണം. അതിലെല്ലാം ഉണ്ട് കേട്ടോ. ഗോഡ്സ് പോർഷൻ ഉണ്ട്, ഓഫറിംഗ് ഉണ്ട്, ചാരിറ്റി കൊടുക്കുന്നുണ്ട്, പലതുമുണ്ട്. എല്ലാം കൂടി കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 20% കുറഞ്ഞത്. എത്ര പേർ നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടു? പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണോ എന്നുള്ളൊരു പോഡ്കാസ്റ്റ് എത്ര പേർ കണ്ടു? അതിൽ വിശദമായി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ ടൈത്തിങ് അല്ല പുതിയ നിയമത്തിലെ സഭ പ്രാക്ടീസ് ചെയ്യുന്നത്. നിയമങ്ങൾ വേറെയാണ്, നിയമം മാറി, നമ്മൾ കൃപയിലാണ് കൊടുക്കുന്നത്. എങ്കിലും ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അടുത്തത് സേവിങ് എന്ന് വെച്ചാൽ ഭാവിയിലേക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കാൻ ഒരു 20 മാറ്റിയിടണം. എന്നിട്ട് ബാക്കിയുള്ള 60 ജീവിക്കാൻ പഠിക്കണം. ഒത്തിരി പേർക്ക് ഇത് കേട്ടിട്ട് ഷോക്കാണെന്ന് എനിക്കറിയാം. ഇതെങ്ങനെ സാധിക്കും? കിട്ടുന്നത് തന്നെ ഒന്നിനും തികയുന്നില്ല. ബാക്കി കടവും കൂടി മേടിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? കുറച്ച് സമയമെടുക്കും, പക്ഷെ അതിലേക്ക് വരണം. ഒറ്റയടിക്ക് പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയില്ലെന്നിരിക്കും, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഇതിലേക്ക് എത്തണം. ഇവിടെ നോക്കുക, വായിച്ചേ, ഉറക്കെ എല്ലാ സഭകളും വായിക്കേ. തിരുവനന്തപുരം, കോഴഞ്ചേരി എല്ലാം വായിക്കേ. 20-20-60 3 പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ശമ്പളം കിട്ടി. ഒരു ചെറിയൊരു ഇത് കാണിക്കുക. എത്രയാ? 30,000 രൂപ ശമ്പളം കിട്ടിയെന്നിരിക്കും. ചിലർക്ക് 3 ലക്ഷം ആയിരിക്കും, ചിലർക്ക് 3,000 ആയിരിക്കും. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു സംഖ്യ കാണിക്കുന്നതാണ്. 30,000 രൂപ ശമ്പളം കിട്ടി. ചിലർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒന്നും 20 60 ഒന്നും അറിയില്ല. അത് മൊത്തം തിന്നും. അത് മൊത്തം അടിച്ച് പൊളിച്ച് തീർക്കും. അത് ഒരു 13-14 തീയതി ആകുമ്പോഴേക്കും അത് തീർന്നു. ഇനി എന്ത് ചെയ്യുക? ചുറ്റുമുള്ള എല്ലാ വീടുകളിലും അടുത്തിറക്കെല്ലാം കുറച്ച് കാശ് അടുത്ത മാസം അങ്ങ് തിരിച്ചു തന്നേക്ക്, ശമ്പളം കിട്ടുമ്പോൾ അങ്ങ് തിരിച്ചു തന്നേക്ക്. അങ്ങനെ ജീവിക്കാമോ? ഒരിക്കലും ചെയ്യരുത്. ഇതുവരെ അങ്ങനെ ജീവിച്ചെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. അങ്ങനെ ജീവിക്കാൻ പാടില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ അതത് മാസം പോയിട്ട്
ചില ആളുകൾക്ക് 5-ാം തീയതി ശമ്പളം കിട്ടിയാൽ 8-ാം തീയതി ഫുൾ തീർന്നിരിക്കും. അന്ന് തന്നെ തീർക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ കിള്ളിപ്പൊളിച്ച് അവൻ കൊണ്ട് വീടും എല്ലാം കൊടുത്ത് അവസാനം ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പ്. മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ ഇതിലും മാനസാന്തരപ്പെടണം. കള്ളുകൂടി നിർത്തിയതുപോലെ തന്നെ ഈ പരിപാടി നിർത്തണം. സഹകരിക്കും മക്കളെ. ഇതോടെ ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞു. ഏപ്രിൽ മാസത്തിലെല്ലാം ശരിയാവും. ഇത് ചെയ്താൽ എല്ലാം ശരിയാവും. അപ്പോൾ 30,000 രൂപ കിട്ടിയാൽ, ശമ്പളം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ 20% എത്രയാണ്? 6,000 രൂപ. 6,000 രൂപ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കേണ്ടതിന്. ആ മാസം ഗോഡ്സ് പോർഷൻ, ഓഫറിങ്, എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് വന്നാൽ, എന്ത് വന്നാലും കൊടുക്കാൻ, എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. കുറഞ്ഞത് ഇത് കൂട്ടാം. ചില സമയത്ത് ഭയങ്കര ഞെരുക്കമാണെങ്കിൽ ഇത്തിരി കുറച്ചാലും ഒന്നും കർത്താവ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഒരു അപ്രോക്സിമേറ്റ് ഏകദേശ രൂപമാണ്. അതെന്ത് ചെയ്യണം? കർത്താവിന് കൊടുക്കാനുള്ളത് ആദ്യം മാറ്റിവെക്കുന്നു. തീരുമാനിക്കുന്നു. ആമേൻ പറ. അടുത്തത് എന്താണ്? 6,000 രൂപ ഭാവിയിലെ സമ്പാദ്യത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? ഇതുകൊണ്ട് വേണം ബാക്കി പരിപാടികൾ. 12,000 രൂപയ്ക്ക് എങ്ങനെ ജീവിക്കാനാണ്? ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ദിവസം സാധാരണ ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവർക്ക് പോലും മിക്കവാറും 1,200, 1,500 വെച്ച് സമ്പാദിക്കുക. അപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കെഴുതാറില്ല. അതുകൊണ്ട് അറിയാൻ പാടില്ല. എനിക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. കണക്കെഴുതണം. എഴുതിയെങ്കിൽ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ അങ്ങനെ 3 ആക്കി തിരിച്ചവരൊക്കെ ആമേൻ പറ. ഓക്കെ, ഇനി നോക്ക്. ഹൗ ടു ഗീവ്, എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? വായിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാ? ഹൗ ടു ഗീവ്: ചിയർഫുള്ളി, വില്ലിംഗ്ലി, പ്രൊപ്പോർഷനേറ്റ്ലി, ജനറസ്ലി, സാക്രിഫിഷ്യലി. എങ്ങനെയാണ് പറയുന്നത്? സന്തോഷത്തോടെ കൊടുക്കണം. പറ. ദുഃഖത്തോടുകൂടെ വലിച്ചു നീട്ടി ഒരിക്കലും കൊടുക്കരുത്. പിന്നെ എങ്ങനെയാ? വില്ലിംഗ്ലി, മനസ്സോടെ കൊടുക്കണം. ആനുപാതികമായി കൊടുക്കണം, ശമ്പളത്തിനനുസരിച്ച്. ഇതിപ്പോൾ 30,000 രൂപ ശമ്പളം മേടിക്കുന്നവൻ്റെ കാര്യം പറയുന്നത്. 60,000 രൂപ ശമ്പളം മേടിക്കുന്നവൻ ഇതാണ് വിടേണ്ടത്? അല്ല, അതിന് ആനുപാതികമായി കൊടുക്കണം. ജനറസ്ലി, ഔദാര്യമായി കൊടുക്കണം. പിന്നെ എങ്ങനെയാ? സാക്രിഫിഷ്യലി, ത്യാഗപൂർവം കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ നോക്കുന്നു, വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 6:38 എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. കൊടുത്താൽ പോയില്ലേ? ഇല്ല, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും? അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് മടിയിലോട്ടിട്ട് തരും. ഷമാൻ്റെ പണ്ട് സ്വോത്ര കാഴ്ച എടുക്കുന്ന സമയത്ത് വന്നിട്ട് ഇതുപോലെ ഈ അമർത്തി കുലുക്കി കലക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ എമി ചെറുതായിരുന്ന സമയം എന്ത് അമ്മ പറയണേ, കലക്കി കുലുക്കി എന്ത് നീ പറയണേ? അവൾക്ക് അതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇതെന്താണത്? എന്താണ് ശരിക്കും? അമർത്തി കുലുക്കി എന്ന് പറഞ്ഞാൽ ഷെയ്ക്കൻ ടുഗെദർ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊള്ളിക്കാൻ വേണ്ടി. പ്രസ് ഡൗൺ, അമർത്തി കുലുക്കി നല്ലൊരളവ് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും. ഇത് ഞാൻ പറഞ്ഞ ഓഫറല്ല, കർത്താവ് പറഞ്ഞതാണ്. കർത്താവിൽ വിശ്വസിക്കാമെങ്കിൽ മാത്രം ഇത് വിശ്വസിച്ചാൽ മതി. അങ്ങനെ തരും എന്നാണ് അവിടെ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് നോക്കിയേ. ഗോഡ്സ് പോർഷൻ, ദൈവത്തിനുള്ള ഭാഗം. അതാണ് നമ്മളിവിടെ ഈ ആദ്യത്തെ ഞായറാഴ്ചയോ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അടുത്തത് ഓഫറിങ്സ് കൊടുക്കാം, മിഷൻസിന് കൊടുക്കാം. മിഷൻ പ്രവർത്തനങ്ങൾ, നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോൾ, മറ്റ് സ്ഥലങ്ങളിൽ മിഷന് പോകുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾ കൊടുക്കാം, ലവ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തേത് മാറ്റിയിടണം. അടുത്തൊന്നും പറയണ്ട, അതിനു മുമ്പ് ഞാൻ ചോദിക്കുക, ഇത് ചെയ്യാൻ ഹൃദയത്തിൽ താല്പര്യമുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിക്കുക. അവരെഴുന്നേറ്റ് നിൽക്കുക.
എന്നെ ബോധിപ്പിക്കാൻ ചെയ്യരുത്. കൈപൊക്കി പിടിച്ചു. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. ഞാൻ ഈ വാ കൊണ്ട് പറയുന്നത് സംഭവിച്ചിരിക്കും. കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഇന്ന് ഈ തീരുമാനിച്ചിരിക്കുന്നവരുടെ സാമ്പത്തിക അവസ്ഥകൾ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകട്ടെ. സ്വർഗം തുറന്ന് അവരുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തീരുമാനിച്ചപ്പോൾ തന്നെ സ്വർഗവും തീരുമാനിച്ചതിനായി നന്ദി പറയുന്നു. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് അവരുടെ മടികളിൽ വന്ന് വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇരിക്കാം. അടുത്തത് എടുക്കാം. അടുത്തത് എന്താണ്? സേവിങ്സ്. 20% എന്ത് ചെയ്യണം? ഭാവിയിലേക്ക് മാറ്റിവെക്കണം. പെട്ടെന്ന് ജോലി പോയാൽ, പെട്ടെന്നൊരാവശ്യം വന്നാൽ, പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ, കുട്ടികൾക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, പെട്ടെന്നൊരു അഡ്മിഷൻ എടുക്കേണ്ടി വന്നാൽ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. ഇതൊന്ന് വായിക്കാൻ പറ്റുമോ നോക്ക്. ഹൗ ടു സേവ്. എങ്ങനെയാണ് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടത്? വായിച്ചേ. വൈസ്ലി, ജ്ഞാനത്തോടെ. ഇവിടെ എന്താണ് ആവശ്യം? ജ്ഞാനമാണ് ആവശ്യം. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കിങ് സോളമനാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ദൈവം വന്നു. ചോദിച്ചോളാൻ പറഞ്ഞു എന്ത് വേണേലും. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കുമായിരുന്നു? കർത്താവ്, ഒരു 5 വീട്, ഒരു മേഴ്സിഡസ് കാറ്, അതുപോലെ ആയുസ് മുഴുവൻ തിന്നാലും തീരാത്ത കുറേ പണം, ഇതൊക്കെ ചോദിച്ചാലേ. ഇതൊന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം എന്താ ചോദിച്ചത്? എനിക്ക് ജ്ഞാനം നൽകണമേ. അജ്ഞാനിയായ ആളാണ് ഏറ്റവും കൂടുതൽ പണത്തെക്കുറിച്ച് സംസാരിച്ചത് സദൃശ്യവാക്യങ്ങളിൽ. ഒത്തിരി എഴുതിയിട്ടുണ്ട്. പക്ഷേ ജ്ഞാനമുണ്ടെങ്കിൽ അതോടൊപ്പം വിസ്ഡത്തോടൊപ്പം വെൽത്ത് വരും. ജ്ഞാനമുള്ളവരുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നു കയറും. വേണ്ടെന്ന് പറഞ്ഞാലും വരും, ഇങ്ങോട്ട് വരും. അതാണ് ജ്ഞാനത്തോടെ. തലയുടെ സൈഡിൽ ഇങ്ങനെ കൈവച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കർത്താവേ, എന്നെ ജ്ഞാനത്താൽ നിറക്കണമേ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ നൽകാൻ കഴിവുള്ള സർവജ്ഞാനിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. വെറുതെ തലയെ കൈവച്ചുകൊണ്ടിരിക്കാതെ ആളുകൾ വിചാരിക്കും തലവേദനയാണ്. അതല്ല, ശരിക്കൊക്കെ പ്രാർത്ഥിക്കേ. ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കേ. ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. സർവ്വസഭകളും പ്രാർത്ഥിക്കേ. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ശലോമോൻ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെറിയൊരു ചെറുക്കനായിരുന്നു. അപ്പോഴേ അവൻ്റെ മേൽ ജ്ഞാനം വന്ന് നിറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കാം, കൗമാരപ്രായക്കാർ പ്രാർത്ഥിക്കാം, പ്രായമുള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചു. ആമേൻ. ഇവിടെ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 6 മുതൽ 8 വരെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം. അവിടെ മനുഷ്യരോട് പറയുകയാണ്, നീ നേരെ ഉറുമ്പിൻ്റെ കുടുംബ വീട്ടിൽ പോയി പഠിക്കാൻ പറഞ്ഞു. ഉറുമ്പിൻ്റെ വീട്ടിൽ പോയി ക്ലാസ് കേൾക്കാൻ. ഉറുമ്പ് നിനക്ക് ക്ലാസ് എടുക്കും. ഉറുമ്പ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? ചില സമയത്ത് കുറേ തീറ്റ വരും. ഒരു കല്യാണം നടക്കുക, ബിരിയാണി കുറേ ബാക്കി വന്ന് കുറേ താഴെ വീണു. ആ സമയത്ത് ഉറുമ്പ് പട്ടാളമായിട്ട് വന്നിട്ട് അത് മുഴുവൻ എന്ത് ചെയ്യും? കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. അരി പോലെയുള്ള, ഗോതമ്പ് പോലെ, ചോളം പോലെ ഇതുപോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ഉറുമ്പിൻ്റെ അടിയിലോട്ട് പോയാൽ കിലോമീറ്ററുകൾ ഇതിൻ്റെ വീടുകളുടെ വിന്യാസം ഉണ്ടായിരിക്കും. അവിടെ കുറേയധികം അറകളുണ്ട്. ചേംബറുകൾക്കകത്ത് ഈ തീറ്റ മുഴുവൻ കൊണ്ടുപോയി ശേഖരിച്ചു വയ്ക്കും. മഴക്കാലമാണ്, കല്യാണ സീസൺ പോയി, ഒന്നും കിട്ടാനില്ല. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? സ്റ്റോർ ഹൗസിൽ നിന്നെടുത്ത്, ഇന്ന് വരെ ലോകചരിത്രത്തിൽ ഒരു ഉറുമ്പ് പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. ഉറുമ്പിൻ്റെ കുലത്തിൽ പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരു ഷോർട്ടേജ് ഉണ്ടായിട്ടില്ല. ഉറുമ്പിൻ്റെ സാമ്രാജ്യത്തിൽ ക്ഷാമമില്ല. ഇവരൊന്നും മിണ്ടുന്നില്ല. ഇവിടെ പറയാം, ഇവര് നല്ല വീട്ടിലാണ്. ഉറുമ്പിൻ്റെ സാമ്രാജ്യത്തിൽ എന്തില്ല? ക്ഷാമമില്ല, റിസഷൻ ഇല്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ പോയി ട്യൂഷൻ പഠിക്കാൻ. ഞാൻ ഉറുമ്പിനെ കുറേ അധികം നോക്കിയിരുന്നിട്ടുണ്ട്. തലച്ചോറുണ്ടോയെന്ന് പോലും സംശയം. കാരണം കടുകുമണിയുടെ അത്രയും പോലും എൻ്റെ തലയില്ല. പക്ഷെ നമ്മേക്കാൾ കൂടുതൽ ജ്ഞാനമുണ്ടെന്ന്.
ഈ ഉറുമ്പിന്. അതിനേക്കാൾ എത്ര വലിയ തലച്ചോറും വെച്ചുകൊണ്ടോ നമ്മൾ നടക്കുന്നത്. പക്ഷെ ആ ജ്ഞാനം പോലും ഇല്ല. കിട്ടുന്നത് മുഴുവൻ അതത് മാസം തീർക്കുകയാണെങ്കിൽ ഉറുമ്പിനുള്ള ബുദ്ധി പോലും നിനക്കില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിന്നെ 3 പ്രാവശ്യം അടിച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ബുദ്ധി, കർത്താവേ ബുദ്ധി നൽകണേ, കർത്താവേ ബുദ്ധി വരട്ടെ, ബുദ്ധി വരട്ടെ, എല്ലാ തലമുണ്ടയിലും ബുദ്ധി വരട്ടെ കർത്താവേ. ഇനി അപ്പോൾ 20, 60 എടുക്കാം. ഇതാണ് നമ്മുടെ പെട്ടി, ഇപ്പോഴത്തെ പെട്ടി, ഇപ്പം അനുഭവിക്കാനുള്ളത്. ഇതുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, മാസം മുഴുവൻ നടത്താൻ. ഇതിപ്പോൾ നമ്മൾ 30,000 രൂപ ശമ്പളമുള്ള ആൾക്ക് 18,000 ഉള്ളൂ. 60 ഉള്ള ആൾക്ക് ഇതിൻ്റെ ഡബിളുണ്ട്, 36,000 രൂപ ഉണ്ട്. ഓക്കെ, എത്രയാണോ നിങ്ങളുടെ വരുമാനം അതിൻ്റെ 60% കൊണ്ട് ചെലവ് നടത്താൻ പഠിക്കണം. ഹൗ ടു സ്പെൻഡ്, വായിക്കും, carefully, മലയാളം പറ, ശ്രദ്ധയോടെ പറ. ഞാൻ ഈ പറയുന്ന പോലെ ആക്ഷനോടെ പറ. എങ്ങനെയാ? ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ തന്നെ പറയാറുണ്ട്, അവൻ്റെ കയ്യിൽ ശമ്പളം കിട്ടിയാൽ, പൈസ കിട്ടിയാൽ, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടി എന്ത് ചെയ്യും? അത് ഇട്ടുകൊണ്ടിരുന്ന് സെൽഫി എടുക്കുമോ? എന്താ ചെയ്യുന്നത് കുരങ്ങൻ? അപ്പോൾ തന്നെ പിച്ചി പറിച്ച് കുറേ അവിടെ ഇട്ട് കുറേ ഇവിടെ ഇട്ട് എറിഞ്ഞ് എല്ലാം തകർക്കും. അങ്ങനെയാണ് പലരും ശമ്പളം കിട്ടിയാൽ, കയ്യിൽ കാശ് കിട്ടിയാൽ ചെയ്യുന്നത്. കയ്യിൽ കാശ് കിട്ടിയാൽ അത് ഇന്ന് എവിടെയാണ് സിനിമയ്ക്ക് പോകേണ്ടത്? ലുലു മോളിൽ പോയി എങ്ങനെ അടിച്ച് പൊളിക്കണം, ഇതൊക്കെയാണ് ഭാഷ. അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലൊന്ന് കറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാശ് വന്നില്ലേ ഊട്ടിക്ക് പോവാം, വെക്കേഷൻ, അടിച്ച് പൊളിക്കണം. ഇങ്ങനെ ഒരു തലമുറയായി പലരും മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ ചെലവഴിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഭാവിയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 14:28 അവിടെ പറയുന്നത്, ഒരാൾ ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ അയാൾ ഇരുന്ന് കണക്ക് കൂട്ടും, ഇതിനുള്ള പൈസ ഉണ്ടോ ഇല്ലേ. ഇതിൻ്റെ പേരാണ് പ്ലാനിങ്. പറ. അപ്പോൾ കയ്യിൽ ശമ്പളം വന്നാൽ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. എന്തിന് പ്ലാൻ ചെയ്യണം? എങ്ങനെ ചെലവഴിക്കണം, ഏതിനെല്ലാം ചെലവഴിക്കണം, ഏതിന് മുൻഗണന കൊടുക്കണം. ഹല്ലേലൂയ. സ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഇവിടെ നോക്കുക. വാടകയ്ക്കാണ് താമസിക്കുന്നത്, നിങ്ങൾ റെൻ്റ് ആദ്യം കൊടുക്കണം. ഇല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ചട്ടിയും കലവും കുപ്പിയും പാട്ടയും പെറുക്കി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് റെൻ്റ് ആദ്യം കൊടുക്കണം. പിന്നെന്താ, ഹോം ലോൺ ഉണ്ടെങ്കിൽ ചിലർ ലോൺ എടുത്തിട്ടുണ്ടാവും, അതൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും. കുറേ കഴിയുമ്പോൾ ഒരു നോട്ടീസ് വന്ന് ഒട്ടിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ ആൾ ഇവിടെ വരുന്നത്. ജപ്തിയാണ് വെറുതെ പ്രാർത്ഥിക്കുക. പക്ഷെ ഇത് എപ്പോഴാണോ ചിന്തിക്കണ്ടേ? എല്ലാ മാസവും ചിന്തിക്കണമായിരുന്നു. അല്പമെങ്കിലും കൊണ്ടുപോയി അടക്കണ്ടേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. കാരണം നിങ്ങൾ പലരും പ്രതിക്കൂട്ടിലാണ്, എനിക്കറിയാം, ഞാനാണ് ജഡ്ജ്. ഇവിടെ നോക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി അടക്കണ്ടേ? അവരും ഇത് കട്ട് ചെയ്യും. ഇതിൻ്റെ പേരാണ് പവർ കട്ട്. അടുത്തത് എന്താണ്? വെള്ളം. ഇല്ലെങ്കിൽ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വരും. കരീത്തോട് അല്ലേ, ഏലിയാവ് കുടിച്ച പോലെ കുടിക്കേണ്ടി വരും. ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഇത് വേണം. ഫുഡ്, ഭക്ഷണം വേണ്ടേ? ഗ്രോസറി അല്ലേ, സാധനങ്ങൾ മേടിക്കണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് യാത്ര, ഇന്ധനം, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ളത്, മിസലേനിയസ്, ഈ ചെലവുകളെല്ലാം കിടപ്പുണ്ട്. മനസ്സിലാവും? ഇതാണ് 60. ഇനി പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ഇപ്പം ഞാനിത് പറഞ്ഞു കേട്ടപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര നെഞ്ചിടിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയല്ലല്ലോ ഞാൻ ഇതുവരെ ജീവിച്ചത്, എൻ്റെ ഗതി എന്താവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിൽ ഇതുപോലെ തിരിക്കാൻ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 100 കൊണ്ടും തികയുന്നില്ല. ആ സമയത്ത് 20 കൂടി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? അതിൽ കോംപ്രമൈസ് ചെയ്യാവുന്ന രീതികൾ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഇതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം എന്താ? സോഴ്സ് അല്ല, ഉറവിടത്തെ ആദരിക്കുന്ന പരിപാടിയാണ്.
ഇത് കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ നല്ലത്. എങ്കിലും ഭയങ്കര ഞെരുക്കമാണെങ്കിൽ 20 ഇത്തിരി കുറച്ചോ, നോ പ്രോബ്ലം. ഇനി ഭയങ്കരമായ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോവുകയാണെങ്കിൽ ഇതങ്ങ് മറന്നേക്ക്. ഇപ്പം സമ്പാദിക്കണ്ട, ഇപ്പം ജീവിച്ചിട്ടല്ലേ ഭാവിയുള്ളൂ. അതുകൊണ്ട് അത് വേണമെങ്കിൽ മാറ്റി പിടിച്ചോ. എന്നിട്ട് ഇപ്പം എത്രയുണ്ട്? 80 ഉണ്ട്. ശരിയാണോ? 80 കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കുക. എല്ലാ മാസവും കുറേശ്ശെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഈ 20ലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പതുക്കെ ഇത് 20 അല്ലെങ്കിൽ ഒരു 3, ഒരു 5, ഒരു 10 അല്പം കൂട്ടി ഇവിടെ വരെ എത്തിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു ജനറൽ ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 60 താഴെ ജീവിച്ചാലും നല്ലതാണ്, 30 വരെ എത്തിച്ചാലും നല്ലതാണ്. അത്രയും കൂടുതൽ സമ്പാദിക്കാം, അത്രയും കൂടുതൽ ദൈവവേലയ്ക്ക് കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? മുകളിലും നിക്ഷേപമുണ്ടാകും, ഭൂമിയിലും നിക്ഷേപമുണ്ടാകും. എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്ക്, ഏറ്റവും താഴെ നോക്ക്. നിങ്ങളുടെ യഥാർത്ഥ വരുമാനം അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം, പക്ഷെ ഒരു അടിസ്ഥാന ഘടന ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് 30,000 40,000 ശമ്പളം, 75,000 ശമ്പളം. അപ്പോൾ ഈ ഫിഗറുകളെല്ലാം മാറും. പക്ഷേ 20, 60 എന്നുള്ള പ്രിൻസിപ്പിൾ 3 തിരിക്കണം എന്നെങ്കിലും തലയിൽ കയറ്റുക. അടുത്ത ആളോട് പറ 3 തിരിക്കണമെന്ന് പറ. ഇപ്പുറത്തെ ആളോട് പറ 3 തിരിക്കണം. അതെന്തൊക്കെയാണ്? ഗീവ്, സേവ്, പിന്നെ അതാണ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്ത് ചെയ്യണം? ഗിവിങ്, സേവിങ്, സ്പെൻഡിങ്. ശരിയല്ലേ? ഗിവിങ്, സേവിങ്, സ്പെൻഡിങ്. ഇത് ശരിക്കും അടിച്ച് തലയിൽ കയറ്റണം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു നോക്കിയേ. ഗിവിങ്, സേവിങ്, സ്പെൻഡിങ്. മലയാളത്തിൽ നൽകൽ, സമ്പാദ്യം, ചെലവാക്കൽ. ഒന്നുകൂടെ. അപ്പൊ എല്ലാവരും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് സാധാരണ ചെലവാക്കൽ മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. കിട്ടിയ ചെലവാക്കുക. അത് നിർത്തിയിട്ട് ചെലവാക്കൽ അവസാനം വയ്ക്കണം. ആദ്യം എന്ത് ചെയ്യണം? തന്നവനെ ആദരിക്കുക. യഹോവയെ നിന്റെ സമ്പത്ത് കൊണ്ട് മാനിക്കുക. സദൃശവാക്യം 3 എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ സോഴ്സിനെ ഓണർ ചെയ്യാൻ തുടങ്ങിയ കൂടുതൽ സപ്ലൈ വരും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സോഴ്സിനെ, ഉറവിടത്തെ ആദരിച്ചാൽ കൂടുതൽ സപ്ലൈ വന്നുകൊണ്ടേയിരിക്കും. ഇത് 3 എല്ലാവർക്കും ക്ലിയർ ആണോ? ഗീവ്, സേവ്, സ്പെൻഡ്. ഇത് ഈ 1, 2, 3 ക്രമത്തിൽ തന്നെ എല്ലാവരും പഠിച്ചിരിക്കുക. ഹല്ലേലൂയ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനി എല്ലാവർക്കും ഇതൊരല്പം ഇപ്പുറത്തേക്ക് നീക്കിക്കും. ഇനി കണ്ടോ, എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ബഡ്ജറ്റ് പറഞ്ഞേ. നമ്മൾ ആകെ ഈ ബഡ്ജറ്റ് കേൾക്കുന്നത് എവിടെയാ? ബഡ്ജറ്റ് അവതരണമുണ്ട്. ധനമന്ത്രി അല്ലേ, ഫൈനാൻസ് മിനിസ്റ്റർ, നിയമസഭയിൽ ഒരു ബജറ്റ് അവതരണമുണ്ട്. ഇത് മാത്രമേ നമുക്കുള്ളൂ. സർക്കാരിൻ്റെ ബജറ്റ് അവതരണം അല്ലാതെ നമുക്കൊന്നും അറിയില്ല. എന്നാൽ ബിസിനസ്സുകാർ മാത്രം ഒന്ന് കൈ ഉയർത്താമോ? ബിസിനസ്സുകാർ, നിങ്ങൾക്കൊരു ബജറ്റ് ഉണ്ടായിരിക്കണം. എന്തിന്? ബിസിനസ്സിന്. ഇതുകൂടാതെ ഫാമിലി ഫൈനാൻസിന് ഒരു ബജറ്റ് ഉണ്ടായിരിക്കണം. ആ ബജറ്റിൻ്റെ ഏകദേശ രൂപമാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ഒന്ന് നോക്കിയേ. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഗിവിങ് 20%. 20% എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഞായറാഴ്ച തന്നെ 20 കൊണ്ട് ഇവിടെ വിടണമെന്നല്ല. മനസ്സിലായോ? അതിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ട്? ഗിവിങ്ങിൻ്റെ അല്ല, ആ മാസത്തെ എല്ലാത്തിനും കൂടെയാണ് ആ ഗിവിങ്. മനസ്സിലായി? അതിൽ ഓഫറിംഗ് ഉണ്ട്, ഗോഡ്സ് പോർഷൻ ഉണ്ട്, ചാരിറ്റി കൊടുക്കുന്നത്, ബാക്കി എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് നിർത്താൻ ശ്രമിക്കുക. കൂടിയാൽ കുഴപ്പമില്ല, ഇത്തിരി കുറഞ്ഞാലും ഒന്നും കർത്താവ് നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് ഹൃദയ സന്തോഷമനുസരിച്ചും ഹൃദയത്തിൽ തീരുമാനിക്കുന്നതിനനുസരിച്ചും ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ദൈവത്തിന് കൊടുക്കുന്നത്, സ്തോത്ര കാഴ്ച, മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഒരു ബോക്സ് കൊടുത്തിട്ടില്ലേ?
മിഷൻസിൻ്റെ ബോക്സ്, പിന്നെന്താണ് അല്ലാതെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, ലവ് ഗിഫ്റ്റ് കർത്താവിന് കൊടുക്കുന്നത്, ചാരിറ്റിക്ക് കൊടുക്കുന്നത്, ഇതെല്ലാം അതിലുണ്ട്. അടുത്ത ഫ്രെയിമിലേക്ക് പോകും. അടുത്തത് സേവ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, എല്ലാ കുടുംബങ്ങളും ഒരു അടിയന്തര ഫണ്ട് ഉണ്ടായിരിക്കണം. എമർജൻസി ഫണ്ട്. പറഞ്ഞേ, എമർജൻസി എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ട്? കേണലിന് മാത്രം അതറിയാവൂ, വേറെ ആർക്കും അറിയില്ലെന്നാണ് തോന്നുന്നത്. ഇന്ന് തുടങ്ങണം. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാവശ്യം വന്നാൽ, ഹലോ, പെട്ടെന്നൊരാവശ്യം വന്നാൽ അതിനുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പിന്നീട് പറയും. എങ്കിലും എത്രയാണ് ഒരു എമർജൻസി ഫണ്ട് വേണ്ടത്? ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തെ നിങ്ങളുടെ ചിലവുണ്ടല്ലോ, ഇവിടെ കേട്ടോ 60, അത് എത്രയായത്? 18,000 രൂപയല്ലേ? ഒരു മാസത്തെ ചിലവെന്ന് പറയുന്നത് എത്രയാ? 18,000 രൂപയാണ് ഈ ശമ്പളക്കാരനുള്ളത്. ഇതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എമർജൻസി ഫണ്ടായിട്ട് വേണം. 3 മുതൽ 6 എന്ന് വെച്ചാൽ ഒരു 3 മാസം വണ്ടി ഓടാനുള്ള ഇന്ധനം കയ്യിൽ എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ മിനിമം 3 മുതൽ 6 മാസം വരെ എന്തുണ്ടായിരിക്കണം? എമർജൻസി ഫണ്ടായിട്ടുണ്ടായിരിക്കണം. അത് കഴിവതും SB അക്കൗണ്ടിലിടാതെ FD ആക്കി മാറ്റണം. കുറേ വഴികളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, എന്താക്കി മാറ്റണം? FD ആക്കി മാറ്റി അവിടെ ഇട്ടിരിക്കണം. പെട്ടെന്ന് പോയി അതുമേ കൈവയ്ക്കരുത്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മാസം ജോലിയില്ലാതായി, എന്തു ചെയ്യാം? ഈ എമർജൻസി ഫണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത വീട്ടിൽ പോകേണ്ടതെന്ന്, അമ്മായിയപ്പൻ്റെ അടുത്ത് പോകേണ്ടതെന്ന്, അമ്മായിയമ്മയുടെ അടുത്ത് കൈ നീട്ടി നിൽക്കേണ്ടതെന്ന്, ആരുടെയും മുമ്പിൽ കടം മേടിക്കേണ്ട. എമർജൻസി ഫണ്ടിൽ നിന്ന് വേണം ആ കാലഘട്ടം ഓടിക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായി, കുറച്ച് പൈസ വേണ്ടി വന്നു, ആരുടെ അടുത്ത് പോകണമല്ലോ, ഇതിൽ നിന്ന് വേണം അത് ചെലവഴിക്കാൻ. അതാണ് എമർജൻസി ഫണ്ട്. അതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് SIP പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ആസറ്റ്സ്, ഇതിലൂടെ എല്ലാം പോകുന്നത്. ഇതിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി മാസം തോറും 20% മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു വലിയൊരു വിഷമം പോലെ തോന്നുന്നു. സജിത്തെ, ദയമായ എല്ലാവരും ഒരു സങ്കടം പോലെ ഇരിക്കുന്നു. എന്ത് ചെയ്യും? എന്നെ ഒറ്റക്ക് കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യുമോ? ഇതാർക്ക് വേണ്ടിയാണ് പറയുന്നത്? അവരവരുടെ സമാധാനത്തിന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒരു സേവിങ്സിനുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം. അടുത്തത് നോക്കാം, സ്പെൻഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വാടക, വായ്പ തിരിച്ചടക്കാനുള്ളത്, വിദ്യാഭ്യാസം, വൈദ്യുതി, വെള്ളം, ഗ്യാസ്, പലചരക്ക്, ഭക്ഷണം, ഗതാഗതം, ഇന്ധനം, ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, നികുതി, പലവക എല്ലാം കൂടി ചേർത്ത് ഇതിനകത്ത് നിർത്താൻ ശ്രമിക്കണം. ഇതിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഓരോ മാസവും എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നതെന്നുള്ളൊരു പേപ്പർ എടുത്ത് എഴുതണം. അപ്പോൾ അറിയാം എന്തെല്ലാം കട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ 60% കൊണ്ടുവരാൻ കഴിയും. ഇനി നോക്കുക, ഇതെങ്ങനെയാണ് ഇപ്പം നേരത്തെ കണ്ട ബഡ്ജറ്റ് ഉപയോഗിക്കേണ്ടത്? മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന തുക എന്ന ആ ഒരു ആദ്യത്തെ കോളമില്ലേ, അതിൽ എഴുതി വെക്കണം, ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? മാസാവസാനം യഥാർത്ഥ തുക. ചില സമയത്ത് നിങ്ങൾ തീരുമാനമൊക്കെ പൊട്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ സമയത്ത് മാസത്തിൻ്റെ അവസാനം അടുത്ത മാസത്തേക്ക് തിരുത്താൻ വേണ്ടി കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ കഴിയും. ഏതൊക്കെ കാര്യങ്ങൾ നന്നായി നടന്നു, ഏതൊക്കെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് കണ്ടെത്തുക. എവിടെയാണ് കഴിഞ്ഞ മാസം പിഴവ് പറ്റിയത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? അത് തിരുത്തണം അടുത്ത മാസം. അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. ഇത്രയും മനസ്സിലായെങ്കിൽ ആമേൻ പറയാം. അടുത്തത് വരവ് ചിലവ് കണക്കുകൾ എഴുതുക. എഴുതുന്ന എത്ര പേരുണ്ട്? കുടുംബത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ എഴുതുന്നവർ മാത്രം കൈ ഉയർത്തി കാണിക്കുക. നന്നായിട്ട് ഉയർത്തിക്കുക, അഭിമാനത്തോടെ ഉയർത്തുക. കുറച്ച് പേരുണ്ട്, കുറേ പേര് ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. പാസ്റ്ററെ ഞാൻ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോകുകയാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതം. ഫൈനാൻഷ്യൽ ഡയറക്ഷൻ ഇല്ല. പോകുന്ന വഴിക്ക് ഒരു അക്കൗണ്ട് ബുക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് മേടിക്കണം. കട തുറന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയി ആളോട് തുറന്ന് ഒരു നോട്ട് ബുക്ക് തരാൻ പറ. എന്താണ് ഇത്ര? ഇന്ന് തന്നെ വേണം, ഇന്ന് തന്നെ തുടങ്ങുക. ഹല്ലേലൂയ.
ഇനി ബുക്ക് എഴുതാൻ ചിലർക്ക് മടിയാണ്, നോ പ്രോബ്ലം. ഇന്ന് ഫൈനാൻഷ്യൽ സോഫ്റ്റ്വെയറുകൾ കിട്ടും, ഡൗൺലോഡ് ചെയ്യാം. എക്സൽ ഷീറ്റ് ഉപയോഗിച്ചാലും മതി. ഇതൊക്കെ മൊബൈലിൽ തന്നെ ചെയ്യാവുന്ന കഥകളേ ഉള്ളൂ. അത്രയ്ക്ക് ഇന്ന് അഡ്വാൻസ്ഡ് ആണ്. 3-4 സ്പർശനം മതി. ഓക്കെ, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ നോക്ക്, വരുമാനം. നിങ്ങളുടെ വരുമാനം, ജീവിത പങ്കാളിയുടെ വരുമാനം. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുക. ഇനി വേറെ ചില ഇൻകം ഉണ്ട്, 2 മുറി വാടക കൊടുത്തിട്ടുണ്ട്, അത് ഇൻകം അല്ലേ? അതെന്ത് ചെയ്യണം? ഇവിടെ എഴുതുക. കോഴി വളർത്തി, കോഴി മുട്ട കിട്ടു, മുട്ടക്ക് കാശ് കിട്ടി. അപ്പം തന്നെ നേരെ പോയി ചായക്കടയിൽ പോയി അത് മുഴുവൻ തിന്നു തീർക്കരുത്. എന്താ ചെയ്യേണ്ടത്? അതും കരുതി വെക്കുക, ഇവിടെ എഴുതുക. ഇങ്ങനെ ടോട്ടൽ ഇൻകം ഇവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മാസം എനിക്ക് ഇത്ര വരുമാനമുണ്ട്. ഒരു 30 ഇവിടെ കാണിച്ചില്ലേ? അതുപോലെ നിങ്ങളുടെ വരുമാനം എത്ര കണ്ടുപിടിക്കുക. ചിലർക്ക് ഇത് മാസ ശമ്പളമാണ്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എത്ര കിട്ടുമെന്നുള്ളത്. പക്ഷെ അത് ഇവിടെ എഴുതുക. അടുത്തത്, ഇനി ചെലവിലേക്ക് വരിക. ചെലവിലേക്ക് വരുമ്പോൾ ഗോഡ്സ് പോർഷനും ചിലവാണ്. ഇവിടെ വരുമ്പോൾ ഈ കണക്ക് പുസ്തകത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഗോഡ്സ് പോർഷൻ എഴുതുക, റെൻ്റ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എഴുതുക. അടുത്തതിലേക്ക് പോകാം. നോക്ക്, ഗതാഗത, ഇന്ധനം തുടങ്ങി നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി 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 പോയിട്ട് ടോട്ടൽ എക്സ്പെൻസ്. ഇങ്ങനെയെങ്കിലും സിമ്പിളായി വരവ് ചിലവ് എല്ലാവരും എഴുതണം. ഇതെഴുതാത്ത ഒരാൾ, നേരെ ഇരുന്നേ, ഈ കണക്ക് പുസ്തകം എഴുതി കൃത്യമായി പോകാത്ത ഒരാൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരരുത്. ഞാൻ ആദ്യം ചോദിക്കുന്നത് കണക്ക് എഴുതുന്നുണ്ടോ? ആദ്യം ഞാൻ ചോദിക്കുക, നമ്മൾ കണക്ക് എഴുതുന്നുണ്ടോ? ഇല്ല ബ്രദർ, ഞാൻ എഴുതിക്കോളാം, മാറിക്ക്, അടുത്ത ആൾ, നെക്സ്റ്റ് നെക്സ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല. കാര്യം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഗോപുരം പണിയാൻ പോവുകയാണെങ്കിൽ പോലും ഇരുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പ്ലാൻ ചെയ്ത് പോകുന്നില്ലേ? അതുകൊണ്ട് ഇങ്ങനൊരു ചൊല്ലുണ്ട്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. നിങ്ങൾ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ പരാജയപ്പെടുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയാണെന്ന്. അടുത്ത വർഷം ഈ സമയത്ത് മനസ്സിലാവും, ഇപ്പോൾ മനസ്സിലാവില്ല. അവിടെ ഇരുന്നു. അടുത്ത് നോക്കുക, എങ്ങനെയാണ് വരവ് ചെലവ് കണക്കുകൾ ഉപയോഗിക്കേണ്ടത്? ആ കോളം നിങ്ങൾ ചിലവാക്കുന്നതനുസരിച്ച് ഓരോ തുകയും അത് ഡെയിലി എഴുതി പോകണം. ഡെയിലി പുസ്തകത്തിൽ എഴുതണം. പാലിന് എത്ര രൂപയാണ്? ഒരു കവർ പാലിന് എത്ര രൂപ? ആർക്കറിയാം? ഒരു മിൽമ 27 രൂപ. അപ്പോൾ ഒരു കവർ പാല് മേടിച്ചാൽ അതോടെ എഴുതി വെക്കുക, പാല്. അരി 5 കിലോയുടെ ബാഗ് മേടിച്ചു, എഴുതുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് അന്ന് മേടിച്ച ഭക്ഷണ സാമഗ്രികൾ എല്ലാം കൂടി ചേർത്തിട്ട് എമൗണ്ട് എഴുതുക. ഇങ്ങനെ എഴുതി എഴുതി പോയി കൂട്ടുമ്പോൾ അറിയാൻ പറ്റും എങ്ങോട്ടാണ് ഈ കുടുംബം പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാണെന്നറിയോ? ബിസിനസ്സുകാർ. അവർക്കറിയില്ല, വരുന്നു പോകുന്നു, പെട്ടിയിലിടുന്നു പോകുന്നു, ബാങ്കിലിടുന്നു, അവിടെ പോകുന്നു, ചെക്ക് എഴുതുന്നു, അകപ്പം എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത്ര അറിയാം. പക്ഷെ കൃത്യമായ കണക്കില്ലാത്തത് കൊണ്ട് ഒരു മാസം എത്ര രൂപ ലാഭം ഉണ്ടായി എന്നറിയില്ല. കാശ് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതെടുത്ത് ചിലവഴിച്ചുകൊണ്ടിരിക്കുക. എത്രയോ ബിസിനസ്സുകൾ പൊട്ടി. അതിന് കാരണം കാശ് വരുന്നത് കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു, അവരെടുത്ത് അങ്ങ് ചിലവഴിച്ചു. പക്ഷേ നാളത്തേക്കുള്ള ക്യാപിറ്റൽ, നാളത്തേക്കുള്ള റോളിങ്ങിനുള്ള എക്സ്പെൻസ്, ഇതൊന്നും അവർ മാറ്റിവെച്ചില്ല. കൃത്യമായി കണക്കെഴുതിയാൽ അറിയാൻ പറ്റും എത്ര ഈ മാസം മാറ്റാം. അതേ മാറ്റാവും, അതിൽ കുറവേ മാറ്റാവും. ബിസിനസ്സുകാരാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. ശമ്പളക്കാർക്ക് അറിയാം എത്രയാണ് വന്നതെന്ന്, അറ്റ്ലീസ്റ്റ് ആ ഫിഗറെങ്കിലും അറിയാം. ബിസിനസ്സുകാർക്ക് അതും അറിയില്ല. എല്ലാം ഫീൽഡിൽ കുറേ പൈസ കിടക്കുന്നു, പെട്ടിയിൽ കുറേ പൈസ കിടക്കുന്നു, ബാങ്കിൽ കുറേ പൈസ കിടക്കുന്നു, പോക്കറ്റിൽ കുറേ പൈസ കിടക്കുന്നു, വൈഫിൻ്റെ കയ്യിൽ കുറേ പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ. പക്ഷെ കൃത്യമായി കണക്കെഴുതിയാൽ അറിയാം ആ മാസം ഉണ്ടാക്കിയ ലാഭം എത്ര. ആ ലാഭമാണ് തിരിക്കേണ്ടത്. 20, 20, 60. പല ബിസിനസ്സുകളും ചക്രം കറങ്ങി ഇങ്ങനെ ഓടുന്നെന്ന് മാത്രമേ ഉള്ളൂ, പലതും ഓടിയിലാണ് ഓടുന്നത്.
അതൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല, അതൊക്കെ ടോപ്പ് സീക്രട്ടാണ്. ഓടിയിലാണ് അവർ ഓടുന്നത്, ഓവർ ഡ്രാഫ്റ്റ് എടുത്തേക്ക് പോവുക, അതിലാണ് ഇങ്ങനെ ബിസിനസ് ഉണ്ട്. പക്ഷെ ഇത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് നിൽക്കും ഒരു ദിവസം. പക്ഷെ കർത്താവിനെ ആ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിയാൽ ഇതൊന്നും വഴിമുട്ടി നിൽക്കുകയില്ല. മുകളിലേക്ക് 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 ബിസിനസ് കയറിക്കൊണ്ടിരിക്കും. ബിസിനസ്സുകാരൊന്ന് കൈ ഉയർത്താൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ബിസിനസ്സുകാർ മാത്രം. വഴിമുട്ടയുടെ ബിസിനസ് ആണെങ്കിൽ പോലും എഴുന്നേറ്റോ, ബിസിനസ്സാണ്. എഴുന്നേറ്റോ എഴുന്നേറ്റോ എഴുന്നേറ്റോ, നെഞ്ചിൽ കൈവെക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യേശു കർത്താവിനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സീനിയർ പാർട്ട്ണറായി ഇന്ന് അപ്പോയിൻ്റ് ചെയ്യുക. യേശുവാണ് എൻ്റെ സീനിയർ പാർട്ട്ണർ. എനിക്ക് തെളിവ് തരാം. 2 പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? പത്രോസും പീറ്റർ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട്, പീറ്റർ ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷിംഗ് ബിസിനസ്സായിരുന്നു. പൊട്ടി പാളീസായി കഞ്ഞി വെക്കാൻ പോലും കാശില്ലാത്ത സമയത്താണ് യേശു കർത്താവ് സീനിയർ പാർട്ട്ണറായിട്ട് വഞ്ചിയുടെ അകത്തേക്ക് കയറുന്നത്. ഉടൻ തന്നെ യേശു കർത്താവ് ഗൈഡൻസ് കൊടുത്ത് വലത് ഭാഗത്തോട്ട് നീട്ടി എറിഞ്ഞുകൂടാ മക്കളെ. എന്തായിരുന്നു അവിടെ നടന്നത്? എനിബഡി ഇൻട്രസ്റ്റഡ്? കർത്താവ് എല്ലാ ബിസിനസ്സുകളിലും, ഇവിടെയുള്ളവർ, കൊച്ചിയിലുള്ളവർ മാത്രമല്ല, എല്ലാ സഭകളിലുമുള്ള എവിടെ നിന്ന് കാണുന്നവരുടെയും ബിസിനസ്സുകളിൽ യേശു കർത്താവ് ഇന്നൊരു സീനിയർ പാർട്ട്ണറായി കർത്താവെ അവരോട് ചേർന്ന് ആ ബിസിനസ്സിൽ ഞങ്ങൾ നിയമിക്കുകയാണ്. കർത്താവ് പറയുന്നത് പോലെ മാത്രം ആ ബിസിനസ് മുന്നിലേക്ക് പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ബിസിനസ്സുകാരെ, ഈ സീനിയർ പാർട്ട്ണറായിട്ട് യേശുവിനെ വെച്ചത് നല്ലതാണ്. പക്ഷെ കർത്താവിനോട് പറയാതെ ഒന്നും ചെയ്യരുത്. എല്ലാ ദിവസവും കർത്താവിനോട് ചോദിക്കണം, സംസാരിക്കണം, ശബ്ദം കേൾക്കണം. കർത്താവെ, ഈ ഡീൽ എടുക്കണോ? ഇതിൽ ഞാൻ സൈൻ ചെയ്യണോ? കേൾക്കുന്നുണ്ട്? ഈ പ്രോജക്റ്റ് ഞാൻ എടുക്കണോ? ചോദിച്ചിട്ടേ ചെയ്യാവൂ. കർത്താവ് പറഞ്ഞത്, പത്രോസേ, അങ്ങോട്ട് വലയിടാൻ. ഈ ഗൈഡൻസ് കിട്ടണം. ആമേൻ. ഇരിക്കാം. അടുത്തത്, അതുപോലെ നിങ്ങൾ കുടുംബമായി നിങ്ങളുടെ സാമ്പത്തികത്തിന് വേണ്ടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനും പദ്ധതി ഇടാനും പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ വരവ് ചെലവ് കണക്കുകളുടെ ആ പുസ്തകം ഉപയോഗിക്കാം. അടുത്തത്, കർത്താവിന് വേണ്ടി നൽകുന്ന കാര്യത്തിൽ ആ പോഡ്കാസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടതുപോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നൽകേണ്ടത്? ഔദാര്യമായി നൽകുക. ഇത് നോക്കിയേ, ഏറ്റവും ഉന്നതമായ ഉയർന്ന പ്രതിഫലം നൽകുന്ന ഒരേയൊരു ബാങ്ക് സ്വർഗീയ ബാങ്കാണ്. ബാങ്ക് ഓഫ് ഹെവൻ കേട്ടിട്ടുണ്ടോ? ബാങ്ക് ഓഫ് ഹൈദരാബാദ് കേട്ടിട്ടുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ കേട്ടിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഹെവൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇതിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ബാങ്ക് ഓഫ് ഹെവൻ. ഈ 20% നിക്ഷേപിക്കേണ്ടത് എവിടെയാണ്? ബാങ്ക് ഓഫ് ഹെവൻ, സ്വർഗീയ ബാങ്കിലാണ് ഇത് നിക്ഷേപിക്കേണ്ടത്. നോക്കുക, ഈ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സ്വർഗീയ ബാങ്കിൻ്റെ അക്കൗണ്ട് ബുക്ക്, സ്വർഗത്തിൽ ഒരു ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ബുക്കുണ്ട്. അടുത്തേക്ക് പോകാം. ഓക്കെ, ഫിലിപ്പ് ലേഖനം 4:17 പറഞ്ഞു, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം അത്ര ആഗ്രഹിക്കുക. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയാൽ, നോട്ട് ദാറ്റ് ഐ ഡിസയർ യുവർ ഗിഫ്റ്റ്സ്, ദാറ്റ് ഐ ഡിസയർ, വാട്ട് ഐ ഡിസയർ ഈസ് ദാറ്റ് മോർ ബി ക്രെഡിറ്റഡ് ടു യുവർ, വായിച്ചു നോക്കിയേ, മോർ ബി ക്രെഡിറ്റഡ് ടു യുവർ. ഇത് അക്കൗണ്ടിങ് ടേമാണ്. ക്രെഡിറ്റ് ചെയ്യുക, അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ സ്വർഗത്തിലെ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കേണ്ടതിന് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വർഗത്തിലെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. ഇത് പൗലോസല്ല എഴുതിയിരിക്കുന്നത്, ഞാനല്ലല്ലോ. എത്ര പേർക്ക് മനസ്സിലായി? കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇവിടെ നോക്കിയേ, അപ്പോസ്തലപ്രവൃത്തിയിൽ 20:35 വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ സന്തോഷം ഉണ്ടാവും. പക്ഷെ കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകാറുണ്ടോ? സാധാരണ ഇരട്ടി മധുരമാണ്. ഇരട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ ശരീരത്തിൽ തന്നെയുള്ള ചില ഹോർമോണുകളൊക്കെ ആക്ടിവേറ്റഡ് ആയിട്ട്, ജോയ് ഹോർമോൺ ആക്ടിവേറ്റഡ് ആയിട്ട് നമുക്കൊരു സന്തോഷം തോന്നും. ഞാൻ പറയുന്നത് മനസ്സിലാവും. ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയാൽ എന്തായിരിക്കും നമ്മുടെ സന്തോഷം? എല്ലാം പോയേന്ന് പറഞ്ഞ് രാത്രി കിടന്നുറങ്ങുമോ? ഇല്ല. എനിക്കൊരാളെ സഹായിക്കാൻ പറ്റി,
ഹല്ലേലൂയ. ഇനി നോക്കുക, ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കൊടുക്കുന്നവൻ്റെ, അതായത് ഭൂമിയിൽ കൊടുക്കുന്നവൻ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട, ഇതിൻ പ്രകാരം ഇവിടെ കൊടുക്കുന്നവൻ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവന് കാരണം ഓരോ ദാനവും കൊടുക്കുന്നവൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കപ്പെടുന്നു. സാധാരണയായി എല്ലാ ബാങ്കിങ് സംവിധാനത്തിലും വായിച്ചേ, നമ്മൾ ഒരാൾക്കൊരു ചെക്ക് നൽകുമ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടും. ഒരാൾക്ക് ചെക്ക് കൊടുത്തു 10,000 രൂപ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയില്ലേ, എന്നാൽ അയാളത് പ്രസന്റ് ചെയ്തു. എന്നാൽ സ്വർഗീയ ബാങ്കിങ് സംവിധാനത്തിൽ അത് നമ്മുടെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തതിലേക്ക് പോകുമ്പോൾ കാണും, അടുത്ത ഫ്രെയിമിലേക്ക്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്കൊരു ചെക്ക് നൽകുമ്പോൾ അത് നമ്മുടെ ഭൂമിയിലെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ സ്വർഗീയ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഗോഡ്സ് പോർഷൻ കൊടുക്കുമ്പോൾ, ഓഫറിംഗ് കൊടുക്കുമ്പോൾ, ചാരിറ്റിക്ക് കൊടുക്കുമ്പോൾ, മിഷൻസിന് കൊടുക്കുമ്പോൾ, ഷെൽട്ടർ ദ ഹോംലെസ്സിന് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറവ് വരുമെങ്കിലും സ്വർഗത്തിലെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. ആരുടെ അക്കൗണ്ടിൽ? നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ. ആ സമ്മാനം തനിക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നതിലല്ല, മറിച്ച് ആ സമ്മാനം അവർക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നതിലാണ് പൗലോസ് കൂടുതൽ സന്തോഷിച്ചത്. ഫിലിപ്പിയ സഭ പൗലോസിനെ സഹായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് നിങ്ങളൊരു ഗിഫ്റ്റ് അയച്ചു മിഷൻസിന് വേണ്ടിയിട്ട്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പക്ഷേ എനിക്ക് കൂടുതൽ സന്തോഷം എന്തിലാണെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റായി സ്വർഗത്തിൽ വന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സന്തോഷം. രണ്ട് തരത്തിലാണ് സമ്പാദ്യമുള്ളത്. എന്തൊക്കെയാണത്? താൽക്കാലികമായ സമ്പാദ്യം, അത് ഭൂമിയിലാണ്. വചനം കണ്ടോ, മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരിക്കേണ്ടത്. അടുത്തത് എന്താണ്? നിത്യമായത് സ്വർഗത്തിലാണ്. 1 തിമോത്തിയോസ് 6:19 വായിച്ചേ. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ഇവിടെ നോക്കിയേ, ഇത് രണ്ടും നിക്ഷേപമാണ്, സമ്പാദ്യമാണ്. ഗിവിങ് വരുമ്പോൾ, ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇതെങ്ങോട്ടാ പോകുന്നത്? ഇത് നിത്യമായ ഒരു സമ്പാദ്യമാണ്. ഇത് മൊത്തം ട്രാൻസ്ഫർ ആകുന്നത് സ്വർഗത്തിലേക്കാണ്, നിത്യതയിലേക്കാണ്. ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിക്ഷേപം, അവിടെ സ്റ്റോർ ഹൗസിൽ അവിടെ ചെല്ലും. എത്ര പേർക്ക് മനസ്സിലായി? എന്നാൽ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭാവിയിലേക്ക്. ഇത് രണ്ടും നമ്മൾ ചെയ്തിരിക്കണം എന്ന് സാമ്പത്തിക ശാസ്ത്രമല്ല പറയുന്നത്, ദൈവവചനം പറയുന്നു. ഇത് രണ്ടും മാറ്റിയിട്ട ശേഷമുള്ളത് മാത്രമേ അനുഭവിക്കാവൂ ആ മാസം. ഹല്ലേലൂയ. കേട്ടിട്ട് വിഷമുള്ളവർക്ക് ഹല്ലേലൂയ പറ. ഒരാൾക്കേ ഉള്ളൂ, വേറെ എല്ലാവർക്കും സന്തോഷം. ഇത് കേട്ടിട്ട് എത്ര പേർക്ക് വിഷമമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? വെറുതെ പ്രാർത്ഥനയ്ക്ക് വന്നു പോവുകയല്ല, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓർഡറിലാക്കണം, ചിലത് ഡിസിപ്ലിൻഡ് ആക്കണം, ചിലതിൽ ചില അച്ചടക്കങ്ങൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ, ഇതെന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് അറിയാമോ? ഏപ്രിൽ മാസത്തേക്കാൾ കൂടുതൽ മെയ് മാസത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ. കാരണം അടിസ്ഥാനം ശരിയായാൽ പല സ്ട്രക്ചറുകളും കെട്ടിപ്പൊക്കാൻ കഴിയും. അടുത്തതിലേക്ക് പോവാം. അതിനാൽ ഇത് നിക്ഷേപ വിഭാഗത്തിൽ പെടുന്നു. ഏതാണ്? ഇതും ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് ഫ്യൂച്ചറിലേക്കുള്ള, എന്ന് വെച്ചാൽ ലോങ് ഫ്യൂച്ചറിലേക്ക്, നിത്യതയിലെത്തുമ്പോൾ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. ഓക്കെ, നിങ്ങൾ ഇത് ആദ്യമായി ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. എന്നാൽ നിങ്ങൾ വിശ്വസ്തനും സ്ഥിരതയും ഉള്ളവനാണെങ്കിൽ സ്വർഗം നിങ്ങളുടെ മേൽ തുറക്കപ്പെടും. അടുത്ത വായിച്ച്, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നത് ദൈവാനുഗ്രഹത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല. 100 രൂപ അല്ലെങ്കിൽ 10 രൂപ സ്വതന്ത്ര കാഴ്ച ഇട്ടിട്ട് പോകും. പക്ഷെ കൃത്യമായിട്ട് ഇതുപോലെ ഒന്നും പുതിയ നിയമത്തിൻ്റെ രീതി അനുസരിച്ച് സന്തോഷത്തോടെ, മനസ്സോടെ, അതുപോലെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ ചില ആളുകളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഇതുപോലെ ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അന്ന് തന്നെ, ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ആഴ്ച, ആ മാസം ഒരു വലിയ മിറക്കിൾ നടന്നു. അങ്ങനത്തെ സാക്ഷി കേട്ടിട്ടുണ്ടോ?
ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടംമാതിരി സാക്ഷ്യം കേട്ടു. എന്നാൽ എല്ലാവരിലും അത് സംഭവിക്കാറില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു മിറക്കിൾ നടക്കില്ല, പകരം ഒരു ഞെരുക്കം വരും. അത്രയും പോയില്ലേ, അത്രയും മാറിയില്ലേ, ഒരു ഞെരുക്കം വരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിർത്തരുത്. നിങ്ങളുടെ വിശ്വസ്തത, ദൈവത്തോടുള്ള നന്ദി തുടർമാനമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ചലിക്കാൻ തുടങ്ങും. സ്വർഗത്തിൽ ചില ഷാഫ്റ്റുകളൊക്കെ, ലിവറുകളൊക്കെ വലിക്കാൻ തുടങ്ങും. അപ്പോൾ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങും. കർത്താവ് എപ്പോഴും നോക്കുന്നത് ഒരു പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുന്നവനെയല്ല, സ്ഥിരമായി ചെയ്യുന്നവനെയാണ് ദൈവം നോക്കുന്നത്. അവനെ ദൈവം സ്ഥിരമായി അനുഗ്രഹിക്കും. അനുഭവം ഉള്ളവരൊക്കെ ഹല്ലേലൂയ പറ. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവർ ഏപ്രിൽ മാസം സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ മാസം തന്നെ തുടങ്ങുക. ഈ സാമ്പത്തിക വർഷം വ്യത്യസ്തമായിരിക്കും. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സാമ്പത്തികം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യുക? മഹത്വപ്പെടുത്താൻ പറഞ്ഞു. ഇനി നോക്കുക, ഇപ്രകാരമാണ് ദാതാവിനെയും സ്രോതസ്സിനെയും നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവനിലുള്ള നമ്മുടെ ആശ്രയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ആമേൻ. അടുത്തതിലേക്ക് പോവാം. ഇത് നോക്കിയേ, പുതിയ നിയമത്തിൽ നൽകുന്നതിൻ്റെ പ്രധാന തത്വങ്ങൾ. ഇത് പോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഒന്ന്, ദൈവത്തിനും ശുശ്രൂഷകർക്കും നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന് അവരവരെ സമർപ്പിക്കുക. മക്കതോന്യ സഭകൾ ചെയ്തതിനെക്കുറിച്ച് അവർ പുതിയ നിയമത്തിൽ അതാണ് ചെയ്യേണ്ടത്. ആദ്യം ദൈവത്തിന് സമർപ്പിക്കുക. 2, ശുശ്രൂഷകർക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇങ്ങനെ വന്നു പോവുകയല്ല, പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് ശുശ്രൂഷകർ പറയുന്നത് പോലെ കേട്ടനുസരിച്ച് വിധേയപ്പെട്ടു പോകുന്ന ഒരു ഹൃദയം കൊണ്ടുവരിക. 2, ആദ്യം നൽകുക എന്ന് വെച്ചാൽ ആദ്യം നൽകുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കൊടുക്കാനുള്ളൊരവസരം വന്നാൽ ഫണ്ട് തികഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്താണെന്ന് വെച്ചാൽ കണ്ട് എന്നെ പറ്റുന്ന പോലെ ചെയ്തേക്കാം എന്നല്ല പറയേണ്ടത്. മക്കതോന്യ സഭകൾ പറഞ്ഞു, ഞങ്ങളായിരിക്കും ആദ്യം നൽകുന്നത്. അതിൻ്റെ അർത്ഥം ആദ്യം ദൈവത്തെ മാനിക്കാനായി ഇറങ്ങിത്തിരിക്കുക. മറ്റുള്ളവരെക്കാൾ മുമ്പ് ഞാൻ ചെയ്യും എന്നൊരു തീരുമാനത്തിൽ ഹൃദയത്തിൽ കൊണ്ടുവരിക. അടുത്തത് ത്യാഗപൂർവ്വം നൽകുക. നേരത്തെ പറഞ്ഞു ത്യാഗത്തോടെ. ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഒരു ഞെരുക്കൊക്കെ വന്നേക്കാം, സാക്രിഫിഷ്യലി കൊടുക്കുക. അടുത്തത് മനസ്സോടെ കൊടുക്കുക. ആനുപാതികമായി നൽകുക എന്ന് പറഞ്ഞാൽ ശമ്പളം വർദ്ധിക്കുന്നതനുസരിച്ച്, വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് പ്രൊപ്പോർഷൻ കൂട്ടുക. ഔദാര്യപൂർവ്വം നൽകുക. ജനറസ് ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ തീരുമാനപ്രകാരം നൽകുക. ഓക്കെ. സന്തോഷത്തോടെ നൽകുക. ഓക്കെ. പ്രതീക്ഷയോടെ നൽകുക. പ്രതീക്ഷയോടെ നൽകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റും. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ വരുന്ന പശ്ചാത്തലം ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും പോയ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് എൻ്റെ വരവ്. ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചിരുന്നത് കാശ് കയ്യിൽ വന്നാൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, എനിക്കതുകൊണ്ട് കാശ് വേണ്ട. ഇതായിരുന്നു എൻ്റെ. കാരണം പിശാച് എന്നെ പരീക്ഷിച്ച് ദൈവത്തിൽ നിന്ന് എന്നെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകും. അതുകൊണ്ട് മാമോൻ്റെ പുറകെ എനിക്ക് പോകാൻ വയ്യ. 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള തത്വങ്ങളൊന്നും ഞാൻ പഠിച്ചില്ല. വചനം കൂടുതൽ പഠിച്ചപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഭൂരിഭാഗവും പണത്തെക്കുറിച്ചായിരുന്നു. സദൃശവാക്യത്തിൽ അധിക ഭാഗവും പണത്തെക്കുറിച്ചാണ് പറയുന്നത്. അനേക സ്ഥലങ്ങളിൽ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് കിടപ്പുണ്ട്. ഇത് എനിക്കറിയില്ലായിരുന്നു. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന പരിപാടി മാത്രമാണ് വചനം കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല. ദൈവവചനം ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ്. വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം, പ്രാർത്ഥനാ ജീവിതം, ആരാധന, ശുശ്രൂഷ, രോഗസൗഖ്യം എല്ലാം വചനത്തിലുണ്ട്. അതിൻ്റെ വലിയൊരു മേജർ ചങ്ക് ഈ ധനം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി പുതിയ നിയമത്തിൽ എങ്ങനെ കൊടുക്കരുത്? 2 രീതിയിൽ കൊടുക്കരുത്. ഒന്നെന്താണ്? മനസ്സില്ലാ മനസ്സോടെ ആരും ദൈവത്തിന് കൊടുക്കരുത്, കാശ് പോയി. അടുത്തത് ആരുടെയെങ്കിലും നിർബന്ധത്താൽ കൊടുക്കരുത്. സോമനസ, സന്തോഷത്തോടെ നന്ദിയോടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അടുത്തത്
പുതിയ നിയമപ്രകാരം കൊടുക്കേണ്ട വ്യത്യസ്ത രീതികൾ. ഇത് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുക. ഗോഡ്സ് പോർഷൻ മത്തായി 22:21 പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞു. അടുത്ത ആൾ പറയുക, ദൈവത്തിനുള്ളത് നീ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിനുള്ളത് നീ ദൈവത്തിന് കൊടുക്കണം. കൈസർക്കുള്ളതെന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. അതുകൊണ്ട് ടാക്സ് വെട്ടിപ്പാരും നടത്തേണ്ടത്, ടാക്സ് കൊടുക്കാനുള്ള ടാക്സും കൊടുത്തേക്ക്. പ്രശ്നം കഴിഞ്ഞല്ലോ. അടുത്തത് സ്തോത്ര കാഴ്ച, സമേധദാനങ്ങളുണ്ട്. അതുകൂടാതെ സീഡ് ഓഫറിംഗ് ഉണ്ട്. വിത്ത് വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാവിയിലേക്കൊരാവശ്യം കണ്ടിട്ട് ഇപ്പോഴേ വിത്ത് വിതയ്ക്കുക. ഒരു കുടുംബത്തിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു വീടില്ല, ഒരാൾ വീട് വയ്ക്കുന്നു, ഒരു ചെറിയ സഹായം അവിടെ അങ്ങ് കൊടുത്തേക്കുക, അയാളെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ വീട് പണിയുന്ന സമയത്ത് എന്തു ചെയ്യും? വലിയ സഹായമായിട്ട് അത് വരും. പെൺമക്കളുള്ളവരുടെ കാര്യത്തിൽ ഞാൻ സാധാരണ പറയാനുള്ളതാണ്, എവിടെയെങ്കിലും ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്ക്. നമുക്കൊരു പെൺകുഞ്ഞിൻ്റെ സമയമാകുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു പോകും. അതാണ് വിത്ത് വിതയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മിഷൻ പ്രവർത്തനങ്ങൾ. ഫിലിപ്പി സഭ അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷൻ യാത്രകൾ പതിവായി സാമ്പത്തിക സഹായം അയച്ചു. നമ്മുടെ സഭ ഏറ്റെടുക്കുന്ന മിഷൻ ട്രിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അനൗൺസ് ചെയ്യുമല്ലോ. മിഷൻ ബോക്സ് തന്നിട്ടുണ്ട്. അതിനെല്ലാം ഔട്ട്റീച്ച് മിനിസ്ട്രികൾ, സഭാസ്ഥാപനം തുടങ്ങിയതിന് കൊടുക്കുക. സഭയുടെ വിവിധ ശുശ്രൂഷ പങ്കാളിത്ത പരിപാടികൾ, ഉദാഹരണത്തിന് BPP തുടങ്ങിയതിൽ പങ്കുകാരാകുക. ഇതിലൂടെ മിഷൻ പ്രവർത്തനങ്ങൾ കൊടുക്കാം. അടുത്തത് സുവിശേഷ പ്രവർത്തനങ്ങൾ. മർക്കോസ് 10:29-30, ലൂക്കോസ് 8:3 ഇതിലൊക്കെ സുവിശേഷ വേലയ്ക്കായി പൈസ മാത്രമല്ല, യേശു തന്നെ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ നിമിത്തമോ സുവിശേഷ നിമിത്തമോ വീടുകളോ നിലങ്ങളോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിട്ട് കൊടുക്കുന്നവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം പ്രാപിക്കാത്തവനുമായി ആരുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. അടുത്തത് സ്ഥലം വാങ്ങൽ, കെട്ടിട ഫണ്ട്, മീഡിയ മിനിസ്റ്റർ തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി കൊടുക്കാം. ഇതെല്ലാം ഗോസ്പൽ വർക്കിൽപ്പെടുന്നു. ലവ് ഗിഫ്റ്റ് എന്താണ്? മറിയ ചെയ്തതുപോലെ സ്വച്ഛ ജഡമാംസി തൈലം കൊടുത്തതുപോലെ സ്നേഹത്തിൽ നിന്ന് കൊടുക്കാം. ജന്മദിനം, വിവാഹ വാർഷികം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു, അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ലൊരു വിജയം കിട്ടുന്നു, ജോലി, ശമ്പള വർധനവ്, ഇതിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് കൊടുക്കാൻ കഴിയും. അടുത്തത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നമുക്കൊരു ലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെയുണ്ട്. അതിൽ ദരിദ്രർക്ക്, വിധവമാർക്ക്, അനാഥർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ചിലപ്പോൾ സഭയിൽ തന്നെ അല്ലെങ്കിൽ അയൽപക്കത്ത് വർഷങ്ങളായി പരിചയമുള്ളവർ, അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളോട് ചെന്ന് സഹായം ചോദിക്കും. നേരെ ഇരുന്ന് സഹായിക്കാമോ? സഹായിക്കാം. എങ്ങനെ സഹായിക്കണം? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങ് കൊടുത്തേക്കുക. ചിലർ ചെയ്യുന്നത്, അവർ തന്നെ ആൾജാമ്യത്തിലാണ് ജീവിക്കുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ വകയില്ലാതിരിക്കുമ്പോൾ അവർ വേറെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കാത്, കഴുത്ത്, എല്ലാ സ്വർണ്ണാഭരണങ്ങളും മേടിച്ച് ഇയാൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ഒരാളെ സഹായിച്ചതാണ്. എന്ത് സംഭവിക്കും? സമയത്ത് ഇത് തിരിച്ചു കിട്ടില്ല. ഇവിടെയും പ്രശ്നം, അവിടെയും പ്രശ്നം, 3 ട്രയാങ്കുലർ പ്രശ്നമായിട്ട് ഇത് മാറും. ഇവരെല്ലാവരും കൂടി സഭയിൽ നിന്ന് അപ്രത്യക്ഷമാവും. കുറേ നാളായാലും ഇത് കാണാൻ തുടങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാരോടും ചോദിച്ചിട്ടുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്കില്ലാത്തത് കൊടുക്കരുത്. പറഞ്ഞേ, ഇല്ലാത്തത് കൊടുക്കരുത്. ഉണ്ടെങ്കിൽ കൊടുത്തോ. ഇനി വായ്പ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം കൊടുക്കാതിരിക്കുക. വായ്പ കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ രേഖാമൂലം കൊടുക്കുക. സാക്ഷികളുണ്ടായിരിക്കുക. തിരിച്ചു വേണമെങ്കിൽ, ഇല്ലെങ്കിൽ കോടതിയിൽ കാണാം. ഞങ്ങൾ വരില്ല സാക്ഷ്യം പറയാൻ. ഞങ്ങളുടെ അടുത്ത് ഈ വിഷയം കൊണ്ട് വരികയും ചെയ്യരുത്. സഭ പഠിപ്പിച്ചിട്ടില്ല. ദാനമായി കൊടുക്കാം, തിരിച്ചു പ്രതീക്ഷിക്കരുത്. ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ അഥവാ വായ്പ കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ രേഖകളുണ്ടാക്കി ഒപ്പുവെച്ച് ലീഗലായി കൊടുക്കുക. കൃത്യസമയത്ത് അയാളെ തിരിച്ച് കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇതും വലിയ വിഷയങ്ങളായി മാറാം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് കേൾക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ കൈവശമില്ലാത്ത കൊടുക്കരുത്. നിങ്ങൾ ദൈവമല്ല. നിങ്ങൾ ദൈവമല്ല. യു ആർ നോട്ട് ഗോഡ്. പ്രാർത്ഥിക്കാം, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇല്ലാത്തത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പലിശക്കെടുത്തോ, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയോ കൊടുക്കരുത്. നിങ്ങൾ വലിയ പ്രയാസത്തിലായി പോകും. അടുത്തത് എന്താണ്? ആവശ്യത്തിലിരിക്കുന്ന ദൈവജനവുമായി നമുക്ക് നന്മകൾ പങ്കിടാം. ഒരു കുഴപ്പമില്ല.
ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല. തിരിച്ച് പ്രതീക്ഷിക്കരുത്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ നൽകുക. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഷെൽട്ടർ ദ ഹോംലെസ് എന്നൊരു പദ്ധതി നമുക്കുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അതിലൊക്കെ ഉത്സാഹിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ പെൻഷൻ സ്കീം ചെറുതായ രീതിയിൽ നടക്കുന്നുണ്ട്, പലപ്പോഴും സ്ട്രഗിളുണ്ട്, അതിൽ കൊടുക്കുക. ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ, ഫീഡിംഗ് പ്രോഗ്രാം, മെഡിക്കൽ എയ്ഡ്, വിവാഹ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പരിപാടികളിൽ ഒക്കെ കൊടുക്കുക. ഇതാണ് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക. ഇവിടെ നോക്കിയേ, ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മേൽ വരുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ചേർന്ന് വായിച്ച്. 1, ഒരു വലിയ കവിഞ്ഞൊഴുക്ക്. 2, 100 ഇരട്ടി വർധനവ്. 3, സകല കൃപയുടെയും സമൃദ്ധി. 4, സകലത്തിലും പര്യാപ്തത. 5, നിത്യനീതി. 6, വിത്തിന്റെയും വിളവിന്റെയും വർധനവ്. 7, എല്ലാ മേഖലകളിലും അഭിവൃദ്ധി. 8, മഹാപ്രതിഫലങ്ങൾ. ഇതെല്ലാം കർത്താവ് തരും. പൊതുവായ ചില ധാർമ്മിക തത്വങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം. നാം ഒരിക്കലും ഒന്ന് വായിച്ചേ. ഒരിക്കലും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയും മറ്റൊരു ഹോട്ടലിൽ ബില്ലടയ്ക്കുകയും ചെയ്യില്ല. അതുപോലെ നമുക്ക് ആത്മീക പോഷണം നൽകുന്ന ദൈവസഭയ്ക്ക് നൽകണം. ബ്രൂസ് തന്നെ എൻ്റെ വ്യാഖ്യാനം പറയാമോ? എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? എത്ര പേർക്ക് എൻ്റെ അർത്ഥം മനസ്സിലായി? ഞാൻ വിശന്നിട്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, ഓക്കെ, എന്നിട്ട് കൈ കഴുകി വേറൊരു ഹോട്ടലിൽ ചെന്നിട്ട് ബില്ല് പേ ചെയ്തു. അങ്ങനെ ചെയ്യുമോ? അപ്പോൾ പുറകെ ഉണ്ടായിരിക്കും അവിടുത്തെ ക്യാഷ്യർ, പുറകെ ഉണ്ടായിരിക്കും. ഇതാരാ? അവിടുത്തെ ക്യാഷ്യർ പുറകെ ഉണ്ടായിരിക്കും. ശരിയാണോ? ബില്ല് തരാതെ ഒരാൾ പോയിരിക്കുന്നു. ശരിയാണോ? പിടിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. നല്ല കുഞ്ഞുങ്ങളാണ്. ഇതാണ് പലപ്പോഴും പലരും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ വന്ന് അവരുടെ പ്രാർത്ഥന, അവരുടെ ഹൗസ് വിസിറ്റ്, അവരുടെ വചന ശുശ്രൂഷ, പരിപോഷണം, കെയർ എല്ലാം അനുഭവിച്ച ശേഷം അവരുടെ പണം വേറെ പല സംഘടനകൾക്ക് അയച്ചു കൊടുക്കും. ചെയ്യരുത്. എത്തിക്കലി അത് കറക്റ്റല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. എവിടെ നിന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുവോ അവിടുത്തെ പ്രോജക്റ്റുകൾക്ക് അവിടെ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ഒരു സാമാന്യ മര്യാദ. അടുത്തത് അല്ല, അതൊരു ഫുള്ളായില്ലെന്ന് തോന്നുന്നു. നമ്മുടെ സഭയ്ക്ക് ആവശ്യത്തിന് ആത്മീക പദ്ധതികളും ആവശ്യങ്ങളും ഉള്ളപ്പോൾ മറ്റ് സഭകൾക്കും സംഘടനകൾക്കും നൽകുന്നത് ധാർമ്മികമായി ശരിയല്ല. മറ്റ് സഭകൾക്ക് സംഘടനകൾക്ക് കൊടുക്കുന്നത് പാപമാണോ? നോ. പക്ഷെ എത്തിക്കലി കറക്റ്റ് അല്ല. കാരണം ഇവിടെ ആവശ്യങ്ങൾ നിൽക്കുക. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പല പ്രോജക്റ്റുകൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ലിയ ക്യാമ്പസിൽ നടന്ന VBS കണ്ടായിരുന്നോ? എന്ത് രസമായിരുന്നു കുഞ്ഞുങ്ങൾ. എത്ര പേര് പോയി മാതാപിതാക്കൾ അവിടെ? ലിയ ക്യാമ്പസ്, പഴയ ലിയ ക്യാമ്പസിൽ ഒത്തിരി വ്യത്യാസം വന്നു. എന്നാൽ പല പരിപാടികളവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്, ഫണ്ടില്ല. അതുകൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ചില പരിപാടികൾ അവിടെ നടക്കാൻ പോവുക. വേണമെങ്കിൽ നിങ്ങളുടെ ചില പിള്ളേരുടെ കല്യാണം വരെ അവിടെ നടത്താം. ലോൺ വെഡ്ഡിങ് വരെ നടത്താം. ബാങ്ക് ലോൺ അല്ല, അവിടെ ലോണൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ലോൺ വെഡ്ഡിങ് വരെ നടത്താവുന്ന, ഗാർഡൻ വെഡ്ഡിങ് വരെ നടത്താവുന്ന സൂപ്പർ ക്യാമ്പ് സൈറ്റായി അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അതിൻ്റെ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ആളുകൾ മറ്റൊരു സംസ്ഥാനത്തിലേക്കോ രാജ്യത്തിലേക്കോ കുടിയേറുമ്പോൾ അവർ മാതൃസഭയെ പിന്തുണയ്ക്കും. നിങ്ങൾ ചിലർ ജോലി കിട്ടി വേറെ രാജ്യത്തേക്കോ സംസ്ഥാനത്തേക്കോ മാറിപ്പോയി. എന്ത് ചെയ്യരുത്? തറവാട് മറക്കരുത്. കുടുംബസ്നേഹം വേണ്ടേ? എവിടെ ദൈവം നട്ടു, എവിടെ വളർത്തി, എവിടെ ഇതുവരെ കൊണ്ടുവന്നു, മാതൃസഭയെ ഓർക്കണം. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും ജെറുസലേമിലെ സഭയെ ഓർക്കുക. കാരണം അവിടെ നിന്ന് എല്ലാം വന്നത്. അതുകൊണ്ട് ജെറുസലേമിലെ സഭയിലൊരു പ്രയാസം വന്ന സമയത്ത് മറ്റെല്ലാ സഭകളോടും കളക്ഷൻ എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തു. വായിച്ചിട്ടുണ്ട്? ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പോസ്തല പ്രവൃത്തികളിലും കൊരിന്ത്യ ലേഖനത്തിലും എല്ലാം അത് എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം ഫണ്ടുമായി പോയ ആളുകളാണ് ഈ പൗലോസ് അപ്പോസ്തലനൊക്കെ. അന്ന് പുള്ളി ഇത്രയും ശുശ്രൂഷയിൽ വന്നിട്ടില്ല. അപ്പോൾ സഭകൾ ധർമ്മശേഖരം ഉണ്ടാക്കിയിട്ട് ഇവരെയാണ് ജെറുസലേമിലേക്ക് ഈ പണവുമായിട്ട് വിട്ടത്. കാരണം ബാങ്ക് ട്രാൻസ്ഫറും ഗൂഗിൾ പേ ഒന്നും വന്നില്ലല്ലോ. അതുവരെ വചനത്തിലുണ്ട്. അടുത്തത് ഇനി സമ്പാദ്യം, അതായത് സേവ് വൈസ്ലി. ഈ കാര്യമാണ് ഇവിടെ നോക്ക്. ഈ പെട്ടി ഞാൻ അടുത്ത ഞായറാഴ്ച പറയും. സമ്പാദ്യം എങ്ങനെ വളർത്താം, അതിനെ വളർത്തി വലുതാക്കി നിങ്ങൾ പ്രായമാകുമ്പോഴും സാമ്പത്തിക ഞെരുക്കമില്ലാതെ ജീവിക്കുന്ന രീതിയിൽ ദൈവം തരുന്ന പണം
എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നത് അടുത്ത ഞായറാഴ്ച പറയും. അത് വിടുന്നു. അടുത്തതിലേക്ക് വരാം. അടുത്തത് ചെലവഴിക്കുക. 60% പറഞ്ഞു. വരുമാനം അനുസരിച്ച് വ്യക്തമായ പദ്ധതി ഇല്ലാതെ ചെലവാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് ശരിക്കൊരു പ്ലാൻ ഇല്ലാതെ പോയാൽ ഉറപ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തത് ബൈബിൾ പ്രകാരം ബജറ്റ് തയ്യാറാക്കൽ എന്നത് ഒരു കാര്യവിചാരകത്വമാണ്. യെസ്, സാമ്പത്തിക ചോർച്ച സൂക്ഷിക്കുക. ചെറിയ ചോർച്ചകൾ പോലും വലിയ കപ്പലുകളെ മുക്കുകളെയും. ഇന്നത്തെ അച്ചടക്കം നാളുകളിൽ വലിയ സ്വാതന്ത്ര്യം സൃഷ്ടിക്കുക. അല്പം ഒന്ന് ഇന്ന് കൺട്രോൾ ചെയ്താൽ നാളെ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാം. കൈകളൊന്ന് അടിച്ച് അത് കണ്ട് പുഞ്ചിരി തൂവി നോക്കി. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്ത. ഇപ്പോഴുള്ളതിൽ വിശ്വസ്ത കാണിച്ചാൽ കൂടുതൽ കർത്താവ് തരുന്നു. പ്രോവബ്സ് 27:23 എഴുതി വെച്ചേക്കുക, പിന്നീട് വായിക്കാം. അടുത്തതിലേക്ക് പോവാം. നിങ്ങളുടെ ചെലവ് പദ്ധതിക്ക് ഈ 60% ചെലവഴിക്കുന്നത് എങ്ങനെ? അതും തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കരുത്. എന്താ ചെയ്യേണ്ടത്? ഈ 60% എങ്ങനെയാണ്? ഒന്ന്, ബേസിക് നീഡ്സ്. ആദ്യം ചെലവഴിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അടിസ്ഥാന ആവശ്യങ്ങൾ. ശമ്പളം കിട്ടിയാൽ ഈ പൈസ മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? അടിസ്ഥാന ആവശ്യങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. മാസത്തേക്കുള്ള പലചരക്കുകൾ, വാടക, പാചകവാതകം, മറ്റു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ ഒരിക്കലും മുന്നോട്ട് പറ്റില്ല. വാടക കൊടുത്തില്ലെങ്കിൽ അവിടെ കിടക്കാൻ പറ്റുമോ? അത് വേണം. ഭക്ഷണം കഴിക്കണ്ടേ? ഇതെല്ലാം ബേസിക് നീഡ്സ് ആണ്. അതല്ലാതെ അതവിടെ വെച്ചിട്ട് ചുരിദാർ മേടിക്കാൻ പോകരുതെന്ന്, പാദസരം മേടിക്കാൻ പോകരുത്. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും എസെൻഷ്യലാണ്. അതിന് വേണം ആദ്യം ചെലവഴിക്കാൻ. സഭാമെൻറ. രണ്ടെന്താണ്? റെക്കറിങ് എക്സ്പെൻസസ് ഉണ്ട്. അതേതൊക്കെയാണ്? അതേതൊക്കെയാണ്? സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, ബസ് ടിക്കറ്റ്, ഇന്ധനം, പത്രങ്ങൾ തുടങ്ങിയവ. വൈദ്യുതി ബില്ല്, വാട്ടർ ബില്ല്, ടെലിഫോൺ ബില്ല്, EMI അടക്കാനുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെക്കറിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അടുത്തത് ഇടയ്ക്കൊക്കെ വരുള്ളൂ. അതേതൊക്കെയാണ്? എല്ലാ മാസവും ഡ്രസ്സ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ മാസവും ചെരുപ്പ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ മാസവും സമ്മാനം മേടിക്കണോ? മനസ്സിലായോ? എല്ലാ മാസവും മൊബൈൽ മേടിക്കണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും അവസാനത്തെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇനി നോക്കുക, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബൈബിൾ തത്വങ്ങൾ ചിലത് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓടിച്ചു പോകാം. ഇതിനുശേഷം നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഇതൊക്കെ വായിച്ച് പഠിക്കുക. ഒന്ന്, കൂടുതൽ ഉത്സാഹത്തോടെ സമ്പാദിക്കുക എന്ന് വെച്ചാൽ സാമർത്ഥ്യവും അധ്വാനവും ചേർന്നുള്ള പ്രവർത്തനം. ഓക്കെ. 2, ഒരു വരുമാന മാർഗത്തെ ശമ്പള മനോഭാവം മാത്രം ആശ്രയിക്കരുത്. ധാർമ്മികവും ആത്മീയവുമായ പരമാർത്ഥത നിലനിർത്തിക്കൊണ്ട് ഉചിതമായ അധിക വരുമാന സ്രോതസ്സുകൾക്കായി നോക്കുക. ഇത്രയേ ഉള്ളൂ. ശമ്പളം വാങ്ങുന്നവർ ആ ശമ്പളത്തിൽ മാത്രം ജീവിക്കാതെ വേറെ എന്തെങ്കിലും കൂടെ സൈഡായിട്ട് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒരു ട്യൂഷൻ പഠിപ്പിക്കുക, എൻ്റെ ഇപ്പുറത്ത് കുറച്ച് കോഴി വളർത്തുക, ഒരു മുറി വാടക കൊടുത്തു, അങ്ങനെയുള്ള ചില വരുമാന മാർഗങ്ങൾ കൂടെ കണ്ടെത്താൻ ശ്രമിക്കണം. എക്സ്ട്രാ ഇൻകം. എല്ലാവരും പറഞ്ഞേ എക്സ്ട്രാ ഇൻകം. അടുത്തതിലേക്ക് പോവാം. കടങ്ങൾ ഒഴിവാക്കുക. 2 തരത്തിൽ കടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഗുഡ് ഡെറ്റ്സ്, ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ കടങ്ങളുണ്ട്. എന്താണ് നല്ല കടം? നല്ല കടം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ലോൺ എടുത്ത് എന്തെങ്കിലും ചെയ്താലും അതിൻ്റെ മൂല്യം വളർന്ന് ഭാവിയിൽ വലിയ അനുഗ്രഹമാകുമെങ്കിൽ അത് നല്ലതാണ്. ഉദാഹരണത്തിന് വീട് വയ്ക്കും. വീട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തു. ഈ വീട് വെച്ചു. ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ വില വർദ്ധിക്കും. വിറ്റാലും കാശ് കിട്ടും. ശരിയാണോ? അത് നല്ലതാണ്. വിദ്യാഭ്യാസ ലോൺ, പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വലിയ ശമ്പളം കിട്ടും, അതിന് അപ്രിസിയേഷൻ കൂടും. അതൊക്കെ നല്ലതാണ്. അതേസമയത്ത് ചീത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ, ലോൺ എടുത്ത് വെക്കേഷന് പോവുക, ലോൺ എടുത്ത് മൊബൈൽ ഫോൺ മേടിക്കുക, ലോൺ എടുത്ത് ആർഭാടം ജീവിതം നയിക്കുക, ഇതെല്ലാം ചീത്തയാണ്. ഇങ്ങനെ 2 തരം. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഏത് തരത്തിൽ ലോൺ എടുത്താലും തിരിച്ചടക്കണം. പറഞ്ഞേ, ഏത് തരത്തിൽ ലോൺ എടുത്താലും തിരിച്ചടയ്ക്കാൻ പറ്റും. ഗുഡ് ആയാലും ബാഡ് ആയാലും തിരിച്ചടക്കണം. അപ്പം ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? മാസ EMI 6500 ആണെങ്കിൽ അത് മാറ്റിവെക്കാൻ ഇപ്പോൾ കപ്പാസിറ്റി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് വേണം ലോൺ എടുക്കാൻ. ഇല്ലെങ്കിൽ എടുക്കാൻ പോകരുത്.
ഹലോ, ഏത് ലോണാണെങ്കിലും തിരിച്ചടക്കാൻ വകുപ്പില്ലെങ്കിൽ എടുക്കാൻ പോകരുത്. അടുത്തത്, നല്ല കടങ്ങൾ ന്യായീകരിക്കാവുന്നതാണെങ്കിലും രണ്ടും ഇപ്പോഴും തിരിച്ചടവിന്റെ ഭാരമുണ്ടായിരിക്കും. അതിനാൽ ജാഗ്രതയോടെ സമീപിക്കണം. ഓക്കെ, ഈ ഭാഗം വിടുകയാണ്. അടുത്തതിലേക്ക് പോവുക, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ബുക്ക് എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യണം, എഴുതണം. 4ലേക്ക് പോകാം. ഇനി കെയർഫുള്ളായിട്ട് വേണം ചെലവഴിക്കാൻ. അതിന് എടുത്തു ചാടിയുള്ള വാങ്ങലുകൾ ഒഴിവാക്കണം. ചിലർ പെട്ടെന്ന് എടുത്തു ചാടി അതും ഇതൊക്കെ വീട്ടിൽ സാധനങ്ങളൊക്കെ അങ്ങ് മേടിക്കും. പക്ഷെ അതിനുശേഷം ചിലവിന് കാശില്ല, അത് ഞെരുങ്ങും. അങ്ങനെ ചെയ്യരുത്. 5, എന്തെങ്കിലും ഒരു കാര്യം മേടിക്കുന്നതിന് മുമ്പ് 5 ചോദ്യങ്ങൾ ചോദിക്കണം. ഇത് അനേക വർഷങ്ങളായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇത് നമുക്കിത് എനിക്ക് ആവശ്യമുണ്ടോ? ശരിക്കും ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. 2, ഇതിന്റെ വില ന്യായമാണോ? അതായത് ഇതിനേക്കാൾ വില കുറച്ച് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കണം. ഒരു 3-4-5 സ്ഥലത്ത് നിന്ന് കോട്ട് എടുക്കുക. അടുത്തത്, നല്ല ഡീൽ ലഭിക്കുമോ? ഇതിൽ നല്ലൊരു ഡീല് കിട്ടുമോ? ഇത് വാങ്ങിച്ചാൽ ഞാൻ കടത്തി പോകും, ചിന്തിക്കണം. അടുത്തത്, ഇത് ചില പാപങ്ങളിലേക്ക് നയിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും ബാധിക്കുകയും ചെയ്യുമോ? ഇത് വാങ്ങിയാൽ പാപത്തിലോട്ട് എന്നെ കൊണ്ടുപോകുമോ? ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട് മാത്രമേ ഒരു കാര്യം വാങ്ങാവൂ. മാക്സിമം ഡിലേ വരുത്തുക, ചിന്തിച്ച് പ്രാർത്ഥിച്ച് അകത്ത് പരിശുദ്ധാത്മാവ് യെസ് ഗോ ഹെഡ് ഗ്രീൻ ലൈറ്റ് കാണിച്ചാൽ മാത്രം പോകുക. അടുത്തത്, ദൈവികവും വൈദഗ്ധ്യമാർന്ന ഉപദേശം തേടുക. അടുത്തത്, പലരും ഇപ്പം എന്നെ പോലെ ഞാൻ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ല, അനുഭവങ്ങൾ കൊണ്ടും ഈ ഓർഗനൈസേഷനുകളെല്ലാം മുന്നിലേക്ക് പോകേണ്ടത് കൊണ്ടും ഞാൻ റിസർച്ച് ചെയ്തും വചനം വായിച്ചും പലരോട് കൺസൾട്ട് ചെയ്തും പല ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനോടും പൈസ കൊടുത്ത് വരുത്തി ഇരുത്തി സംസാരിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എടുത്ത് കാണിച്ച് അഡ്വൈസ് മേടിച്ചാണ് ഞാൻ മുന്നിലേക്ക് പോകുന്നത്. ഇതുപോലെ നമുക്കെല്ലാവർക്കും ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആവശ്യമാണ്. ബിസിനസ്സുകാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ ഇല്ലാതെ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ ആണെങ്കിൽ എത്രയും വേഗം നല്ല ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയി പൈസ കൊടുത്താലും കുഴപ്പമില്ല, പഠിക്കുക. ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുക. ഇല്ലെങ്കിൽ അടുത്ത കുഴിയിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഹലോ, അടുത്തത്, നിങ്ങളുടെ കുട്ടികളെ സാമ്പത്തിക കാര്യങ്ങൾ പഠിപ്പിക്കണം. 5 വയസ്സാകുമ്പോൾ മുതൽ കുട്ടികളെ സാമ്പത്തിക കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കണം. 5 വയസ്സ് അതിൻ്റെ മുകളിലേക്ക്, 5നും 10നും ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ളവരൊന്ന് കൈ ഉയർത്താമോ? ഒത്തിരി പേരുണ്ട്. ചെറുപ്പത്തിൽ കുറഞ്ഞത് 5 വയസ്സ് മുതലെങ്കിലും എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളെ പൈസ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കണം. പറഞ്ഞോട്ടെ, 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കിലും, അതിന് മുമ്പേ തുടങ്ങാം. വീട്ടിൽ കൊച്ചു കൊച്ചു ജോലികൾ അവർക്ക് കൊടുക്കണം. ഉത്തരവാദിത്തങ്ങൾ, ഗേറ്റ് അടക്കുക, വാതിലും ജനലിൽ അടക്കുക, റൂമൊന്ന് ക്ലീൻ ചെയ്യുക, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക. കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ബെഡ്ഷീറ്റ് വിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആഴ്ച തോറും ചെറിയ ഒരു പൈസ കൊടുക്കുക. ഒരു 100 രൂപ ശനിയാഴ്ച വൈകിട്ട് എന്ത് ചെയ്യണം, ഒരല്പം പൈസ കയ്യിലെടുത്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയണം, ഇത് മൊത്തം കൊണ്ടുപോയി ടോയ് മേടിക്കരുത്, മിഠായി മേടിക്കരുത്, അതിനെ 3 ആക്കി ഭാഗിക്കുക. വലിയവർ ചെയ്യുന്നത് പോലെ തന്നെ. നോക്കിയേ, 20, 20, 60 ഇപ്പോഴേ പഠിപ്പിക്കുക നമ്മുടെ പിള്ളേരെ. 20 എന്താണ്? ഗിവ്. അടുത്ത 20 എന്താണ്? സേവ്. അടുത്തത് എന്താണ്? സ്പെൻഡ്. അപ്പം 100 രൂപയുടെ 20 എത്രയാ? 20. അപ്പോൾ അവരോട് പറയണം, 20 രൂപ എന്ത് ചെയ്യണം, ഇതിലിട്ട് വെക്കുക. ഇതെന്തിനുള്ളതാ? ഗീവ്. മോനെ, ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നത്. അപ്പോൾ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യണം, ഒരു പോർഷൻ ദൈവത്തിന് ഇപ്പോഴേ പഠിപ്പിക്കണം. അടുത്ത 20 എന്താണ്? മോനെ, നാളെ ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത 20 ഇവിടെ ഇട്ടു. അടുത്ത എത്ര ഉണ്ട്? 60 ഉണ്ട്. അത് മോന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഫ്രീഡം കൊടുക്കുക. ടോയ് മേടിച്ചോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഫ്രീഡം കൊടുക്കുക. ഞായറാഴ്ച രാവിലെ, ഹലോ, ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിൽ വരുമ്പോൾ, വണ്ടർ കിഡ്സിൽ വരുമ്പോൾ, ഓഫറിംഗ് ദ മമ്മി, നോ 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 നോ, ഞാൻ ഇന്നലെ തന്നില്ലേ, അതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. എവിടെ നിന്ന് കൊടുക്കുക?
ഇതിൽ നിന്ന് വേണം കൊടുക്കാൻ. അതല്ലാതെ വേറെ ഓഫറിങ്ങിനുള്ള പണം കൊടുക്കരുത്. അവർ ഇതിൽ നിന്ന് കൊടുക്കാൻ പഠിക്കണം. അപ്പം അതാണ് അവർ കവറിലിട്ട് വണ്ടർ കിഡ്സിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് E20 എന്തിനുള്ളതാണ്? സേവ്. നാളെ ഒരു കോമിക് ബുക്ക് മേടിക്കണം, മുട്ടായി അല്ല എന്തെങ്കിലും ഒരു നോട്ട്ബുക്ക് മേടിക്കണം, അല്ലെങ്കിൽ സ്കൂൾ വെക്കേഷന് പോകണം. ആ സമയത്ത് പൈസ കൊടുക്കണ്ട. ഈ സേവ് ചെയ്ത് പൈസ ചെയ്യുന്ന സ്കൂൾ വെക്കേഷന് പോട്ടെ. വെക്കേഷൻ അല്ലല്ലോ ഞാൻ പറയുന്നത്, സ്കൂൾ വെക്കേഷൻ അല്ല, ഇങ്ങനെ എക്സ്കർഷൻ പിക്നിക്കിന് പോകാൻ നേരത്ത് എന്ത് ചെയ്യുക? ഇതിൽ നിന്നെടുത്തോട്ടെ. അല്ലെങ്കിൽ നാളെ ഒരു സൈക്കിള് മേടിക്കണം കൊച്ചിന്, ഈ സമ്പാദ്യത്തിൽ നിന്ന് മേടിക്കട്ടെ. നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വാല്യുബിൾ ലെസൺ മരണം വരെ നിൽക്കും. ഇതിപ്പോഴേ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഇതിൽ നമ്മൾ കൈയടത്തരുത്. ഏതിൽ? ഇത് പിള്ളേർക്ക് ഫ്രീഡം കൊടുക്കുക. അപ്പോൾ പിള്ളേരുള്ളവർ എത്ര പേർ തീരുമാനിക്കും? ഇനി വലുതായി പോയെങ്കിൽ വലിയ ട്യൂഷൻ എടുക്കാനൊന്നും പോകണ്ട, ചിലപ്പോൾ തിരിച്ച് പഠിപ്പിക്കും. ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ കാര്യത്തിന് ഇതുപോലെ ഒരെണ്ണം, ഇത് നമ്മുടെ റോയ് സാർ ഉണ്ടാക്കി തന്നതാണ്, റോയ് ബ്രദർ ഉണ്ടാക്കി തന്നതാണ്. ഇതിന് വേണ്ടി മാത്രം. താങ്ക് യു സോ മച്ച്. ഇതുപോലെ വേണമെങ്കിൽ ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു പിഗ്ഗി ബാങ്ക് അറിയാലോ, ഇതിന് വേണ്ടിയിട്ടൊരു പിഗ്ഗി ബാങ്ക് കൊടുക്കുക. 3 എൻവലപ്സ് ഉപയോഗിച്ചാലും മതി അല്ലേ? 3 കവറിലാക്കി ഇട്ട് വെക്കുക. ഒരെണ്ണം മാറ്റി വെക്കണം, തൊടാൻ പാടില്ല. അതുപോലെ ഒരാവശ്യം വരും, ഭാവിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്തത് അപ്പം ഈ ഏറ്റവും ലാസ്റ്റത്തെ മാത്രം, ദിസ് ബ്രേക്സ് ജനറേഷണൽ സ്ട്രഗിൾസ്. ഈ ടീച്ചിങ് നിങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടുവന്നാൽ തലമുറകളായി നിൽക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കുഞ്ചി ഒടിച്ച് എടുത്ത് കളയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പഠിച്ചു വരുമ്പോൾ ഇത് നോക്കുക, ഇതോടുകൂടി തീരുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക ശൈലി ഏതാണ്? 4 തരത്തിലുള്ള ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈലാണ് ഭൂമിയിലുള്ളത്. ഒന്നാമത്തെ എന്താണ്? വരുമാനത്തിനപ്പുറം ജീവിക്കുക. എത്ര രൂപയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ അപ്പുറത്ത് 30,000 രൂപ ശമ്പളം, ഒരു മാസത്തെ ചെലവ് 42,000 രൂപ. നിങ്ങൾ ഏതിൽ പെടുന്നു? ഈ ഒന്നാമത്തേത്, ലിവിങ് ബിയോണ്ട് യുവർ മീൻസ്. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുന്നിലേക്ക് പോവാം. മുന്നിലേക്ക് വരണ്ട, അവിടെ തന്നെ ഇരുന്ന് മാനസാന്തരപ്പെട്ടാൽ മതി. കാരണം നിങ്ങളുടെ ഭാവിയുടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സ്വയം പശ്ചാത്തപിക്കുകയും അച്ചടക്കം പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു പ്രതീക്ഷ ഹോപ്പ്ലെസ് കേസാണ്. മനസ്സിലായോ? യു ആർ എ ഹോപ്പ്ലെസ് കേസ്. ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, 40 ദിവസം ഉപവസിച്ചിട്ടും കാര്യമില്ല, എല്ലാ സൺഡേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഹോപ്പ്ലെസ്. സന്തോഷ വാർത്ത, അമിതമായി പണം ചെലവാക്കിയുള്ള ഉപജീവന ശൈലിയാണെങ്കിൽ നിങ്ങളെപ്പോഴും കടങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ ശവസംസ്കാരം എവിടെയായിരിക്കും? കടത്തിലായിരിക്കും. നിങ്ങളെ ശവപ്പെട്ടിയിൽ കൊണ്ടുപോകുന്ന സമയമാമൃതത്തിൽ പാടുന്നത്, നിങ്ങളെ ബറി ചെയ്യുന്നത് കടത്തിലായിരിക്കും. അങ്ങനെ ജീവിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ദൈവകൃപയാൽ ഇവിടെ ആരുമില്ല, കൊച്ചിയിൽ ആരുമില്ല. ബാക്കി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിക്കും. 2, നിങ്ങളുടെ വരുമാനത്തിന് തുല്യമായി ജീവിക്കണം. നിങ്ങളുടെ വരുമാനത്തിന് തുല്യം എന്നിട്ട് 30,000 രൂപ കിട്ടി, 30,000 രൂപയും ആ മാസം തന്നെ തീർക്കുന്ന ജീവിത ശൈലിയാണെങ്കിൽ ബാഡ്, അത് മോശമാണ്. നിങ്ങൾ കടം മേടിക്കുന്നില്ല, പക്ഷെ ഭാവിയിലേക്കൊന്നും നിങ്ങൾക്ക് ഭാവിയില്ല, ഫ്യൂച്ചറില്ല. എപ്പോഴെങ്കിലും ഒരു മാസം വരുമാനം നിന്നുപോയാൽ നിങ്ങളുടെ ജീവിതം തീർന്നു. നിങ്ങളുടെ വരുമാനത്തിന് താഴെ ജീവിക്കുക. അടുത്തതാണ്, നിങ്ങളുടെ വരുമാനത്തിന് താഴെ 30,000 രൂപയാണ് ശമ്പളമെങ്കിൽ അതിലും കുറവേ ചെലവഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ബെറ്റർ, നല്ലതാണ്. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്കായി എന്തെങ്കിലും തുക നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഭാവിയിലേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ പറ്റും.
ആ ലൈഫ് സ്റ്റൈൽ. എന്നാൽ അവസാനം ഒരു ശൈലിയുണ്ട്, നിങ്ങളുടെ വരുമാനത്തിന് താഴെ ത്യാഗപൂർണമായി ജീവിക്കുക. അതാണ് എന്ത്? ദ ബെസ്റ്റ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 30 മുതൽ 60% കൊണ്ട് നിങ്ങൾ ജീവിക്കുക. ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവർക്കും വേണ്ടി നിങ്ങളുടെ ധനം വിനിയോഗിക്കുക. ആ മെത്തേഡാണ് ഈ പെട്ടിയിലുള്ളത്. എല്ലാവരും പറ 20 20 60. ഒന്നുകൂടെ 20 20 60. ചോദ്യം, പെട്ടെന്നല്ലെങ്കിലും സ്റ്റെപ്പായി ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർ 2 കൈയും ഉയർത്തി കാണിക്കുക. എല്ലാ സഭകളിലും അവർ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇവൊന്നും ബ്ലെസ്സിങ് ടുഡേ നന്നാവുന്ന തോന്നണേ. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. നന്നാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. 1-2 വർഷം കഴിഞ്ഞാൽ കടബാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇതിനകത്തുണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കൂടിപ്പോയ 3 വർഷം അതിനുള്ളിൽ കടവുമായിട്ട് ആരും, ഇപ്പോൾ നിൽക്കുന്നവരിലാരും, പുതുതായിട്ട് ആളുകൾ കടമായിട്ട് വന്നോട്ടെ, ഇപ്പോൾ നിൽക്കുന്ന ആരും കടബാധ്യതയിൽ ഉണ്ടാകാൻ പാടില്ല. 3 വർഷത്തിനുള്ളിൽ, അത് കൂടുതലാണ്, നേരത്തെ തീരുമാനിച്ച് നേരത്തെ പുറത്തു വരാം. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിപ്പിടിക്കാമോ? പറഞ്ഞ കർത്താവേ, അങ്ങാണ് എൻ്റെ ഉറവിടം. അങ്ങ് തുറക്കുന്ന വിവിധ ചാനലുകൾക്കായി നന്ദി പറയും. ഒരു ചാനൽ അടഞ്ഞാലും മറ്റ് ചാനലുകൾ എനിക്ക് വേണ്ടി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട വചനം പോലെ സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യാൻ, എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങേ ആദരിക്കാനും ഭാവിയിലേക്ക് കരുതി വയ്ക്കാനും ബാക്കിയുള്ളതുകൊണ്ട് സംതൃപ്തിയോടെ നന്ദിയോടെ ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. നെഞ്ചിൽ കരങ്ങൾ വെച്ചുകൊണ്ട് അടുത്ത ചില മിനിറ്റുകൾ ഹാർട്ടിൻ്റെ അകത്ത് നിന്ന് കർത്താവിനോട് നേരിട്ട് എല്ലാവരും ഒന്ന് സംസാരിക്കുക. ചില തീരുമാനങ്ങൾ എടുക്കുക. ഈ സമയത്ത് അനുദപിക്കാനുള്ളവർ അനുദപിക്കണം. ഇതുവരെ ഇങ്ങനെയൊന്നും അല്ല ജീവിച്ചത്. ഇന്ന് റിപ്പൻറ്റ് ചെയ്യുക. ഏറ്റവും ആദ്യം കണ്ടത്, വരുമാനത്തിനപ്പുറം ജീവിക്കുന്നവർ അനുദപിച്ചില്ലെങ്കിൽ വലിയ കടത്തിൽ ചെന്ന് അവസാനിക്കുക മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ മേൽ ആ വലിയ കടഭാരം കെട്ടിവെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഭാര്യയും മക്കളും ആയിരിക്കും അത് അനുഭവിക്കാൻ പോകുന്നത്. കർത്താവ്, ഇന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു. എനിക്ക് കടം വേണ്ട, കടം വാങ്ങുകയില്ല. എൻ്റെ ദൈവമാണ് എൻ്റെ ഉറവിടം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും അങ്ങ് അന്വേഷിക്കുന്ന എനിക്ക് ഒരു നന്മയ്ക്ക് മുടക്കമില്ലാതെ അങ്ങ് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഈ ചിലരുടെയൊക്കെ പലതും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് സാമ്പത്തികം. പല കാരണം, ചിലപ്പോൾ ചിലരുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് കൊടുക്കാത്തവർ കാണും. ഇന്ന് മാനസാന്തരം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുത്തിരിക്കണം. സക്കായി പറഞ്ഞത്, ആരോടെങ്കിലും ചതിവായി എന്തെങ്കിലും അതുപോലെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കുന്നു എന്നാണ്. പഴയ നിയമത്തിലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് 4 times കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ലെങ്കിലും മേടിച്ചതെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഇന്ന് തീരുമാനിക്കുക. ബന്ധനം അഴിയും. കഴുത്തിൽ നിന്ന് നുകം ഉടഞ്ഞു പോകും. ക്ലെയിം ചെയ്യുന്ന പൈശാചിക ശക്തികൾ ഇറങ്ങിപ്പോകും. ഒരു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടാകും. ചില കുടുംബങ്ങളിലെ സാമ്പത്തിക ശാപങ്ങൾ നിങ്ങളായി തുടങ്ങി വെച്ചതല്ല, നിങ്ങളുടെ മാതാപിതാക്കളോ അതിനു മുമ്പുള്ള തലമുറയോ തുടങ്ങി വെച്ചതാണ്. പക്ഷെ അത് ഇന്ന് ഇവിടെ വെച്ച് ബ്രേക്ക് ആവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ടത് നിമിത്തം
ഇത് കേട്ടത് നിമിത്തം കമോൺ കമോൺ, കൈകളടിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് ആ നുകത്തെ കുടഞ്ഞു കളയുക, ഒട്ടിച്ചു കളയുക. ഔട്ട് ഔട്ട് ഔട്ട്. തലമുറ തലമുറയായി നിൽക്കുന്ന സാമ്പത്തിക ബന്ധനങ്ങൾ, ശാപങ്ങൾ, നുകങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉടയട്ടെ, ഉടയട്ടെ, ഉടയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉടയട്ടെ. ശക്തിയോടെ ശക്തിയോടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ ദൈവകൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. സാമ്പത്തിക ജ്ഞാനം എന്ന് പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, യുവാക്കന്മാരിൽ, മുതിർന്നവരിലെല്ലാം സാമ്പത്തിക ജ്ഞാനം എന്ന് നിറയട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. അടുത്ത ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ 20 നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഈ സേവ് ചെയ്ത് മാറ്റുന്നത് ചിലർ ചെയ്യുന്നത്, ആ സേവ് ചെയ്ത് മാറ്റുന്നത് തന്നെ അൺവൈസ്ലി, ഇങ്ങനെ ഇതിനെ പറയേണ്ടത്, റോങ് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിയുന്ന ചില കമ്പനികൾ കൊണ്ടിട്ടു, പൊട്ടിപ്പൊളിയുന്ന ചിട്ടി കമ്പനികൾ കൊണ്ടിട്ടു, MLM പോലെയുള്ളതിൽ കൊണ്ടിട്ടു, ഉള്ളതും പോയി. അതുകൊണ്ടാണ് അവിടെ വൈസ്ലി എന്ന് പറഞ്ഞത്. ഇതാണ് അടുത്ത ആഴ്ച പറയാൻ പോകുന്നത്. എത്ര പേർക്ക് കേൾക്കണം? പ്രാർത്ഥിച്ചേ, ഇപ്പോഴേ പ്രാർത്ഥിച്ചേ. കയ്യിലുള്ളത് വർദ്ധിപ്പിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 5 താലന്ത് കൊടുത്തു, 2 താലന്ത് കൊടുത്തു, 3 താലന്ത്, 1 താലന്ത് കൊടുത്തിട്ട് പറഞ്ഞു പോയി ബിസിനസ് ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. ഞാൻ തിരിച്ചു വരുമ്പോൾ വർദ്ധിക്കണം. 5 താലന്തുകാരൻ വർദ്ധിപ്പിച്ചു, 2 കാരൻ വർദ്ധിപ്പിച്ചു, 1 മാത്രം ഒന്നും ചെയ്തില്ല, കുഴിച്ചിട്ടു. അവനെ ദുഷ്ട എന്ന് വിളിച്ചിട്ടാണ് അവനെ പുറത്താക്കിയത്. അതിൻ്റെ അർത്ഥം അത് വളർത്താനുള്ള വിദ്യകൾ പഠിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനൊന്നുമല്ല. പക്ഷേ ഈ 2026 എനിക്ക് കിട്ടിയ വലിയ വെളിപ്പാട്, ഏറ്റവും വലിയ വെളിപ്പാട്, ഒരു പാസ്റ്റർ ആകണമെങ്കിൽ എല്ലാം പഠിക്കണം. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കുമോ? എനിക്ക് ദൈവം തന്നാലേ അങ്ങോട്ട് തരാൻ പറ്റും. ഇങ്ങോട്ട് കൈതീട്ടി പ്രാർത്ഥിച്ച്. Thank you, Father. എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. ഞാനൊരു കാര്യം പരസ്യമായി ചോദിക്കുന്നു. ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശു കർത്താവ് ഏറ്റെടുത്താൽ കർത്താവ് ചുക്കാൻ പിടിച്ച് എല്ലാം ശരിയാക്കും. ജീവിതം പൂർണ്ണമായി യേശുവിന് കൊടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെയോ, ആദ്യമായി വന്നവരോ വരുന്നവരോ വന്നുകൊണ്ടിരിക്കുന്നവരോ ഓൺലൈൻ കാണുന്നവരോ ഉണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് എല്ലാവരും ചേർന്ന് പറയാം, യേശുവേ അങ്ങയെ എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. മറ്റാരും എൻ്റെ ജീവിതത്തിൽ കർത്താവായോ രക്ഷകനായോ ദൈവമായോ ഇല്ല എന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം. ആമേൻ. ഒരു കൈ ഉയർത്തിപ്പിടിക്കുക. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശയ്യാവ് 53:5 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെല്ലാം അവനെടുത്തു, നമ്മുടെ അകൃത്യങ്ങൾക്കായി അവൻ മുറിവേറ്റു, അടിപ്പിണരുകളാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ആ സൗഖ്യത്തെ സ്വീകരിക്കുക. തലയുടെ പുറകിലായി പെയിൻ അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. തലയുടെ പുറകിൽ യേശുവിൻ നാമത്തിൽ ആ
വേദന മാറിപ്പോട്ടെ. തൊണ്ടയ്ക്കകത്ത് പ്രയാസമുള്ള ചിലരെ സൗഖ്യമാക്കുന്നു. ഞാൻ പറയുന്ന ഭാഗത്ത് നിങ്ങൾ കൈവച്ച് സൗഖ്യത്തെ സ്വീകരിക്കാം. അത് മുഴയായിട്ട് കിടക്കുന്നതും തൈറോയ്ഡ് ഗ്രന്ഥികളിലുള്ള നീർവീക്കവുമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ജോയിൻറ്റ് പെയിൻ മാറിപ്പോകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, കാത് സൗഖ്യമാകട്ടെ, കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കട്ടെ, തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവർക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കരൾ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ, ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, പ്രമേഹ രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. എല്ലാ രോഗാത്മാക്കളും രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ വിടുതൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ടും ശിരസിലേക്ക് എടുത്തു വയ്ക്കാം. കർത്താവെ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്യുക, ബ്ലസ് ചെയ്യുക. ഞാൻ ഈ സമയത്ത് കാണുന്ന ഈ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകി ഇറങ്ങുന്ന, എനിക്കൊന്ന് പ്രഷർ കൂടിയിട്ടോ അങ്ങനെ എന്തോ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. ഒരു വലിയ സൗഖ്യം എല്ലാ സഭകളിലും ഉണ്ടാകട്ടെ. വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറക്കരുത്, ഈ വെള്ളിയാഴ്ച വൈകിട്ട് രാത്രിയിൽ ദുബായിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. ശനിയാഴ്ച കോഴിക്കോട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. എല്ലാവർക്കും വരാം. ദുബായിലോട്ട് വന്നില്ലെങ്കിലും കോഴിക്കോടേക്ക് വരാം. ഗോഡ് ബ്ലെസ് യു. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം.